സോ വെൽക്കം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് AI ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ആയുർവേദ ഡോക്ടറെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിന്റെ യൂസ് കേസ് വരുന്നത് ഹെൽത്ത് ആൻഡ് വെൽനസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ അവരെ ലീഡ് ക്വാളിഫൈ ചെയ്യാനും അവരുടെ ആക്ച്വൽ പ്രോബ്ലംസ് മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമ്മളുടെ കൺസൾട്ടേഷൻ പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് ഒരു റിസപ്ഷനിസ്റ്റിന്റെ ജോബാണ് ഇവിടെ പ്രൈമറിലി നമുക്ക് എളുപ്പമാക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു വെർച്വൽ ഡോക്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എനി സ്പെസിഫിക് റീസൺ ഉള്ള ആൾക്കാരെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനും അവരുടെ ഒരു പ്രിലിമിനറി കേസ് സ്റ്റഡി മനസ്സിലാക്കാനും ഹിസ്റ്ററി മനസ്സിലാക്കാനും അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് മനസ്സിലാക്കാനും അതുപോലെ ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഡോക്ടറുടെ അടുത്തേക്ക് റൂട്ട് ചെയ്യണോ, ലൈക്ക് ഇപ്പോൾ ഒരു ഐ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു കാർഡിയാക് സ്പെഷ്യലിസ്റ്റ് അങ്ങനെ റൂട്ട് ചെയ്യണമെങ്കിലൊക്കെ സാധിക്കും. അപ്പം നമ്മളിവിടെ കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ ആണ്. ഐ വിൽ ഷെയർ മൈ സ്ക്രീൻ. Yeah, so once again, welcome to the workshop on building an AI doctor specialized in Ayurveda. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. ഈ സെഷൻ്റെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു വർക്ക് ബുക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ വർക്ക് ബുക്ക് നമ്മളുടെ ഒരു ഹാക്കത്തോൺ പ്രോസസ്സിലെ, ഹാക്കത്തോൺ എന്ന് പറയുന്നത് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതിൻ്റെ അടിസ്ഥാനം ഈ വർക്ക് ബുക്കാണ്. അപ്പോൾ ഈ ഒരു സെഷൻ കഴിയുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു സെഷൻ നമുക്ക് എടുക്കുന്നത് അപ്രോക്സിമേറ്റ്ലി 1 hour ആണ്. ഓക്കെ, സോ എന്താണ് AI ആയുർവേദ ഡോക്ടർ? ഓക്കെ, വാട്ട് ഈസ് AI ആയുർവേദ ഡോക്ടർ? ഒരു നോർമൽ ഒരു ഡോക്ടർ ആരാണ് എന്താണെന്ന് നമുക്കറിയാം. ഒരു ആയുർവേദ ഡോക്ടർ ആരാണ് എന്താണെന്ന് നമുക്കറിയാം. ഇനി ഒരു AI ആയുർവേദ ഡോക്ടർ ആകുമ്പോൾ എന്താണ് അതിൻ്റെ ഡിഫറൻസ്? അതിൻ്റെ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ പവർ ഓഫ് AI. നൗ വാട്ട് ഈസ് AI? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം. AI എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും റെവല്യൂഷൻ കൊണ്ടുവരുന്ന ഒരു ടെക്നോളജിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ AI കാലത്ത് ജീവിക്കുന്നു എന്ന് പറയുന്നത് വലിയ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ആ AI ഒരു ആയുർവേദ ഡോക്ടറിനെ പോലെ പെരുമാറുമെങ്കിൽ, ആ ഒരു ആയുർവേദ ഡോക്ടറുടെ നോളജ് AIക്ക് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരികയാണ് നമ്മളുടെ ഈ ഒരു വെർച്വൽ ഡോക്ടറിൻ്റെ അടുത്ത്. സോ ദാറ്റ് ഈസ് ദി പവർ ഓഫ് AI ഡോക്ടർ. നൗ AI എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഡോക്ടർ ആകുന്നത് ആ ഡോക്ടറുടെ പഠിച്ചുള്ള എക്സ്പീരിയൻസും ബുക്സ് വായിച്ചും തിയറിയും എല്ലാം പ്രാക്ടിക്കൽസ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു ഡോക്ടർ ആകുന്നത്. അപ്പോൾ ലോകത്തുള്ള എല്ലാ കൈൻഡ് ഓഫ് ദാറ്റ് ഇൻഫർമേഷൻ ഈസ് ഓൾറെഡി അവൈലബിൾ വിത്ത് AI. അപ്പോൾ ഒരു ആയുർവേദ ഡോക്ടർ 5 വർഷം കൊണ്ട് പഠിക്കുന്ന നോളജ് അത് AIയുടെ കയ്യിൽ നിങ്ങൾക്കൊരു 5 സെക്കൻഡ് കൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളജ് അതും അവൈലബിൾ ആണ്. സോ അൾട്ടിമേറ്റ്ലി ഇഫ് യു സേ ലൈക്ക് എന്തിനെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് നോളജ് ഉള്ള ഒരു ടെക്നോളജിയാണ് AI. ആ ഫുൾ പവർ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും നമ്മളുടെ വെർച്വൽ AI ആയുർവേദ ഡോക്ടറിൽ. 2 സ്പെഷ്യലൈസ്ഡ് ഇൻ ആയുർവേദ. അഗെയിൻ സ്പെഷ്യലൈസ്ഡ് ഇൻ ആയുർവേദ എന്ന് പറയുമ്പോൾ അതിന് പ്ലസും അതിന് റെസ്ട്രിക്ഷൻസും ഉണ്ട്. റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പേഷ്യൻ്റ് വന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ഒരു ഡോക്ടർ ആയുർവേദ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. വേറെ രീതിയിലുള്ള മെഡിസിനൽ പ്രാക്ടീസുകളെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യില്ല, അതിനെക്കുറിച്ച് സംസാരിക്കില്ല. ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന വാക്കുകളും എല്ലാം പ്യുവർലി ബേസ്ഡ് ഓൺ ആയുർവേദ ആയിരിക്കും. അതാണ് ഇതിൻ്റെ മറ്റൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ഇൻ എനി ലാംഗ്വേജ്. നമ്മളുടെ അടുത്ത് വരുന്ന പേഷ്യൻ്റ് സംസാരിക്കുന്ന ലാംഗ്വേജിൽ തന്നെ നമ്മളുടെ ഡോക്ടറും സംസാരിക്കുന്നു എന്ന് പറയുന്നത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. സോ ദിസ് ക്യാൻ ഹെൽപ്പ് us ടു ടേക്ക് അവർ ബിസിനസ് ടു ദ എൻറ്റയർ ഗ്ലോബൽ മാർക്കറ്റ്. നൗ ആയുർവേദ ഈസ് എ ഗ്ലോബൽ ബിസിനസ്. നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല, ഇന്ന് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻകം നേടുന്ന ആയുർവേദ ഹോസ്പിറ്റൽസ് ഓർ ക്ലിനിക്സ് ഈസ് മോസ്റ്റ്ലി ബിക്കോസ് ഓഫ് ആയുർവേദ ടൂറിസം, വെൽനസ് ടൂറിസം. പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ടാണ്. സോ ഒരു പരിധിവരെ ഒരു ലക്ഷറി ലെവൽ ഓഫ് ഇൻകം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് ആയുർവേദ. അറ്റ് ദി സെയിം ടൈം അത് ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആക്ച്വൽ ബെനിഫിറ്റ് കിട്ടുന്നതും. അപ്പോൾ ഈ എനി ലാംഗ്വേജ് എന്ന് പറയുന്നതിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആയുർവേദ സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. So the language makes big difference here. Now
എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്? ഇങ്ങനെ ഒരു എ ഐ ആയുർവേദ ഡോക്ടറെ വെച്ചാലുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഒന്ന്, റൗണ്ട് ദി ക്ലോക്ക് അവൈലബിലിറ്റി, അതായത് നമുക്കൊരു ഹ്യൂമൻ ബീയിങ്ങിനെ എംപ്ലോയ് ചെയ്യുന്നതിനേക്കാളും ഇത് ഫുൾ ടൈം അവൈലബിൾ ആണ്. പിന്നെ ഇതിനെ നമുക്ക് പവർഫുൾ ലീഡ് മാഗ്നറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മളുടെ ലീഡ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട്, ആൾക്കാരെ അട്രാക്ട് ചെയ്യാനായിട്ട് വി ക്യാൻ പ്രൊമോട്ട് ദിസ്. ദെൻ നോ യുവർ കസ്റ്റമർ. അഗെയിൻ, ലൈക്ക് ഒരാളുടെ അടുത്ത് എന്ത് പറയണമെന്ന് നമ്മൾ മാനുവലി വിളിച്ച് സംസാരിക്കുന്നതിന് മുന്നേ അവരുമായിട്ടുള്ള എ ഐ ചാറ്റിൽ നമുക്ക് മനസ്സിലാവും ഇയാളുടെ പ്രോബ്ലം എന്താണ്, ഇയാളുടെ ആവശ്യം എന്താണ്, ഇയാൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഇയാൾക്ക് എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് ഇയാളുടെ പ്രയോറിറ്റി, ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. പിന്നെ ഇയാളുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സോ അക്കോർഡിംഗ്ലി വി ക്യാൻ ടേക്ക് ഹിം ടു ദ ട്രീറ്റ്മെൻറ്റ്സ് ഓർ പാക്കേജസ്. നൗ അപ്പോയിൻമെൻറ്റ്സ് ഫോർ കൺസൾട്ടേഷൻ. എ ഐയുടെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി അപ്പോയിൻമെൻറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ആൾ വിളിച്ചിട്ട് ഡോക്ടറുടെ അവൈലബിലിറ്റി ചോദിച്ചിട്ടൊന്നും ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട് ഡോക്ടേഴ്സ് അവരുടെ മാർക്കറ്റിങ്ങിലൂടെ ജനറേറ്റ് ചെയ്യുന്ന ലീഡ്സ് റിസപ്ഷനിസ്റ്റ് വിളിച്ച് സംസാരിച്ച് ഡോക്ടറോട് പിന്നെ പറഞ്ഞ് പിന്നെ ഒരു കലണ്ടറിൽ ഒരു ടൈം ലോക്ക് ചെയ്തിട്ട് പിന്നെ രണ്ടുപേർക്കും ഷെയർ ചെയ്തിട്ട് അത്രയും ടൈം എടുക്കുന്നുണ്ട് ആ പ്രോസസ്സിൽ. ഇവിടെ ഇറ്റ് ക്യാൻ ഹാപ്പൻ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ഓർ ഫ്യൂ സെക്കൻഡ്സ്. ഓക്കെ, ദാറ്റ് ഈസ് പോസിബിൾ. സോ അതാണ് ഒരു എ ഐ ആയുർവേദ ഡോക്ടറെ യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണം. ഇനി ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്? സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ദി എ ഐ ഡോക്ടർ. ആദ്യം നമ്മൾ ഡോക്ടറെ ക്രിയേറ്റ് ചെയ്യും. 2, അതിൻ്റെ എ ഐ ഏജന്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് ഇന്റലിജൻസ് കൊടുക്കുന്ന പ്രോസസ്സാണ് എ ഐ ഏജന്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ അപ്പോയിൻമെന്റ് സിസ്റ്റം സെറ്റപ്പ് ചെയ്യും. അതായത് നമ്മളുടെ പേഷ്യൻറ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് നമ്മളിലേക്ക് ബുക്ക് ചെയ്യിക്കുന്ന സിസ്റ്റം. ദെൻ ഇൻറ്റഗ്രേഷൻ ടു ദ ചാനൽസ്. ഏതൊക്കെ ചാനലിലാണ് നമ്മൾ നമ്മളുടെ ഡോക്ടറെ അവൈലബിൾ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻ അവർ കേസ് വി വിൽ സ്റ്റിക്ക് വിത്ത് ഇൻസ്റ്റാഗ്രാം. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫേസ്ബുക്കിലേക്ക് മാറ്റാനും അല്ലെങ്കിൽ വാട്സാപ്പിൽ കൊണ്ടുവരാനും ഇറ്റ് വോണ്ട് ടേക്ക് മച്ച് ടൈം. ഓക്കെ, ഒരു മാറ്റർ ഓഫ് 5 മിനിറ്റ്സിൻ്റെ കാര്യമുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഒരു സെഷൻ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം വെച്ചിട്ടാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ടെൽ മീ, ആർ യു എക്സൈറ്റഡ് നമ്മളുടെ എ ഐ ആയുർവേദ ഡോക്ടറെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്? അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം നൗ യു ക്യാൻ ഇമാജിൻ ബിയോണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ആക്സസിബിൾ അല്ലാത്ത ഇൻഫർമേഷനെ വെച്ചിട്ട് യു ക്യാൻ സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. ഓക്കെ, സോ ടെൽ മീ, ആർ യു എക്സൈറ്റഡ്? ഷാൽ വി സ്റ്റാർട്ട്? കം ടു ചാറ്റ് ബോക്സ് ആൻഡ് ടൈപ്പ് യെസ് ആൻഡ് ലെറ്റ് സ്റ്റാർട്ട്. യെസ് 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 യെസ്, നൈസ് നൈസ് നൈസ്, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. യാ, സോ ഐ വിൽ സ്റ്റാർട്ട്. റൈറ്റ്, സോ എന്താണ് ഇതിൻ്റെ പ്രോസസ്സ്? ഈ പ്രോസസ്സിന് വളരെയധികം പ്രസക്തിയുണ്ട്. പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കസ്റ്റമർ ജേണി എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. കസ്റ്റമർ ജേണി എന്ന് പറയുന്ന വാക്കിന് വളരെയധികം പ്രസക്തിയുണ്ട്. നമ്മൾ വെൻ വി ടോക്ക് അബൌട്ട് ബിസിനസ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആൻഡ് ഓൾ, എങ്ങനെയായിരിക്കണം ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മളൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആദ്യമേ തന്നെ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ഷുവർ ഇറ്റ് വിൽ വർക്ക്. ബട്ട് ദർ ഇസ് എ പ്രോസസ് ഫോർ എവറിത്തിങ്. ഓക്കെ, സ്റ്റേജസ്. അപ്പോൾ ഇവിടെ ഒരു എൻക്വയറി വരുന്ന സമയത്ത് ആ ഫസ്റ്റ് എൻക്വയറി, നമുക്ക് വരുന്ന എൻക്വയറി ഇറ്റ് കുഡ് ബി ലൈക്ക് ഫേസ്ബുക്ക് ലീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന DM ആയിരിക്കാം, ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കമൻ്റ് ആയിരിക്കാം, വാട്സപ്പിൽ വരുന്ന മെസ്സേജസ് ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ആ വരുന്ന ലീഡിനെ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ എ ഐ ഡോക്ടറിലേക്ക് ഡൈവേർട്ട് ചെയ്യും. അപ്പോൾ എ ഐ ഡോക്ടർ അവിടെ നിന്ന് ആക്ടിവേറ്റ് ആകുന്നു. എന്നിട്ട് അവർക്ക് കൺസൾട്ടേഷൻ കൊടുക്കുന്നു ഓവർ ദി ചാറ്റ്. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് അറ്റ് എ ടൈം 1000 പേര് വന്നു കഴിഞ്ഞാലും നമ്മളുടെ എ ഐ ഡോക്ടർ അവരോട് കൺകറൻ്റ് ആയിട്ട് സംസാരിക്കും എന്നുള്ളതാണ്. ഒരു റിയൽ ഡോക്ടർക്ക് അറ്റ് എ ടൈം ഒരാളെ മാത്രമേ നോക്കാൻ പറ്റൂ. പക്ഷേ നമ്മളുടെ എ ഐ ഡോക്ടർക്ക് 1000 അല്ല 10,000 പേര് വന്നു കഴിഞ്ഞാലും ഇത് എന്താ പറയുന്നത്, am I audible? സൗണ്ട് കുറവാണോ? ഒരാൾ എനിക്ക് സൗണ്ട് കുറവാണെന്ന് പറഞ്ഞ മെസ്സേജ്. am I audible? ക്ലിയർ ആണോ? കം ടു ചാറ്റ്. am I audible clearly? റൈറ്റ്, താങ്ക് യു. യെസ്, അപ്പോൾ ഇവിടെ നമുക്ക് 1000 പേര് വന്നു കഴിഞ്ഞാലും 10,000 പേര് വന്നു കഴിഞ്ഞാലും നമ്മളുടെ എ ഐ ഡോക്ടർ കൺകറൻ്റ് ആയിട്ട് അവരായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചില സമയങ്ങളിൽ ഫേസ് ചെയ്യുന്ന ഒരു ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത് ട്രാഫിക്കിനെ അഡ്രസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. അത് 1000 പേര് ഒരു ദിവസം, ഇപ്പോൾ നമുക്ക് ഒരുപാട് സെയിൽസ് വേണം, നമുക്ക് മാർക്കറ്റിംഗിൽ ബഡ്ജറ്റും ഉണ്ട്, നമ്മൾ ഒരു ദിവസം 1000 ലീഡ് എടുത്തു കഴിഞ്ഞാൽ വി മേ നോട്ട് ഹാവ് ദാറ്റ് സിസ്റ്റം ടു പ്രോസസ് ദാറ്റ് മെനി ലീഡ്സ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മളുടെ പ്രോസസ്സിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ലീഡ്സേ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ എ ഐ വരുന്ന സമയത്ത് യു ക്യാൻ ഹാവ് ആസ് മെനി ലീഡ്സ് ആസ് യു വാണ്ട്, ബിക്കോസ് എ ഐ വിൽ ഹാൻഡിൽ എവറി വൺ അറ്റ് എ ടൈം. ഓക്കെ, അപ്പോൾ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ എത്ര ലീഡ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ എ ഐ ഡോക്ടർ ആക്ടിവേറ്റ് ആകുന്നു, അവർക്ക് കൺസൾട്ടേഷൻ കൊടുക്കുന്നു.
ആൻഡ് അവർക്ക് അവരുടെ പെയിൻ പോയിന്റ് മനസ്സിലാക്കിയിട്ട് അവർക്ക് പെയ്ഡ് കൺസൾട്ടേഷൻ പ്രപ്പോസ് ചെയ്യുന്നു. എല്ലാവർക്കും അത് എടുക്കാൻ താല്പര്യം ഉണ്ടാവണമെന്നില്ല. അഗൈൻ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മാർക്കറ്റിംഗ് ടാക്ടിക്സിന്റെ ഒരു നിങ്ങൾ 50-50 കണ്ടാൽ മതി. അതായത് ഒരു 50% ആൾക്കാർ ജെന്യുവനായിട്ട് അപ്പോയിൻമെന്റ് എടുക്കുമെന്ന് വിശ്വസിക്കുക. കുറച്ച് പേര് വെറുതെ ടെസ്റ്റ് അടിക്കുന്നതായിരിക്കും. ഇതല്ലാതെ ഇടയ്ക്ക് കുറച്ച് പേരുണ്ടായിരിക്കും. അവരുടെ ഡാറ്റ നിങ്ങൾക്ക് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മാനുവലി നിങ്ങളുടെ ഓഫീസിൽ നിന്ന് കോൾ ചെയ്യിപ്പിക്കാം. സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് യു ക്യാൻ ഇംപ്ലിമെന്റ് ദർ. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കലണ്ടറിൽ ചെക്ക് ചെയ്തിട്ട് അവർക്ക് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് പേയ്മെന്റ് കളക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യിക്കാം, അല്ലെങ്കിൽ വിത്തൗട്ട് പേയ്മെന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യിപ്പിക്കാം. ദാറ്റ് ഈസ് യുവർ ചോയ്സ്. അതായത് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്തതിന് ശേഷം പേയ്മെന്റ് ലിങ്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇൻ സം കേസസ് പീപ്പിൾ ഗീവ് ഫ്രീ കൺസൾട്ടേഷൻ സോ ദാറ്റ് അവർക്ക് പിന്നീട് അവിടെ നിന്ന് അപ്സെൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ പുറത്തുനിന്നൊക്കെ ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഹൈ ടിക്കറ്റ് ക്ലയൻ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പേയ്മെന്റ് വെക്കില്ല. അവർ ജസ്റ്റ് അപ്പോയിൻമെന്റിലേക്ക് എടുത്തിട്ട്, ബിക്കോസ് അതൊരു പ്രീമിയം ക്ലയൻ്റ് ആണ്, അവരുമായിട്ട് സംസാരിച്ചിട്ട് അവർക്ക് റൈറ്റ് പാക്കേജ് ആണല്ലയോ എന്നുള്ളത് അവർ റെക്കമെൻഡ് ചെയ്യുന്നതാണ് പതിവ്. അപ്പോൾ അവിടെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് അവരുടെ കയ്യിൽ നിന്ന് ആദ്യമേ കാണുന്നുണ്ട്. ബിക്കോസ് ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്കത് റീകവർ ആവും എന്നവർക്കറിയാം. പക്ഷേ അതൊരു നോർമൽ ചെറിയ തോതിലുള്ള ഒരു ക്ലിനിക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ബിക്കോസ് അവർക്ക് ദേ ഹാവ് ടു പേ ദി ഡോക്ടർ. സോ എവറി കൺസൾട്ടേഷൻ ദേ ഗീവ് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ദേ ചാർജ്. ഓക്കെ, അപ്പോൾ കേസ് ടു കേസ് വി ക്യാൻ സെറ്റ് ഇറ്റ് അപ്പ്. നൗ അയാൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ചാറ്റ് വിൽ ക്ലോസ് ദർ. ഇനി പേയ്മെന്റ് കൺഫർമേഷൻ അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് കൺഫർമേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കൺസൾട്ടേഷൻ ടൈം, അതായത് AI ശേഷമുള്ള ഡോക്ടറുടെ കൺസൾട്ടേഷൻ ടൈം ഓട്ടോമാറ്റിക്കലി AI അവരെ റിമൈൻഡ് ചെയ്യും. ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മീറ്റിംഗ് ഉണ്ട്, ഇതാണ് സൂം ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് അയച്ചു കൊടുക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രോസസ് വിച്ച് ഈസ് ഗോയിങ് ടു വർക്ക് നൗ. അപ്പം നമ്മൾ ഇത് ബിൽഡ് ചെയ്യാണ്. അതിനകത്ത് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ക്രിയേറ്റ് ആയുർവേദ ഡോക്ടർ. ഓക്കെ, ഞാനിപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഹെയ്ജൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. heygen.com. നിങ്ങളിൽ ചിലർ ഒരു പക്ഷേ ഞങ്ങളുടെ കോഴ്സ് എടുത്തിട്ടുണ്ടായിരിക്കും, നമ്മുടെ ബിൽഡിംഗ് AI ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന കോഴ്സ്. അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഹൗ ടു സെറ്റപ്പ് AI ഡോക്ടർ ആൻഡ് ഓൾ. അതർവൈസ് ഓൾസോ യു ക്യാൻ ലേൺ ഇറ്റ് ഫ്രീ. നമ്മളുടെ ഒരു ക്വീൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, വുമൺ എംപവർമെന്റിന് വേണ്ടി ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഇതിനകത്ത് ഒരു 5 days വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഫോർ ഫ്രീ. ഇറ്റ്സ് ഫോർ വുമൺ പ്രൈമറിലി. ബട്ട് ഇതിനകത്ത് ഈ ഹെയ്ജന്റെ ഫ്രീ പ്ലാൻ വെച്ചിട്ട് എങ്ങനെ ഒരു AI ഇൻഫ്ലുവൻസറെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിക്കുന്നുണ്ട്. ഇഫ് യു വാണ്ട് ടു ജോയിൻ ദർ യു ക്യാൻ ഗോ ടു projectqueen.com. ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അത് ഫ്രീ ആണെങ്കിലും അത് സ്പോൺസേർഡ് പ്രോഗ്രാമാണ്. അത് ബ്രാൻഡുകൾ സ്പോൺസർ ചെയ്തിട്ടാണ് നമ്മളത് ഫ്രീ ആയിട്ട് വനിതകൾക്ക് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദി സോഷ്യൽ എംപവർമെന്റ്, റൈറ്റ്? നൗ കം ബാക്ക് ടു ഹെയ്ജൻ. അപ്പോൾ ഹെയ്ജനിൽ 3 പ്ലാനാണുള്ളത്: ഫ്രീ പ്ലാൻ, ക്രിയേറ്റർ പ്ലാൻ, ടീം പ്ലാൻ. അതിനുശേഷം എന്റർപ്രൈസ് ഉണ്ട്, ദാറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. അപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റർ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് വീഡിയോ ചെയ്യാം. ടീം പ്ലാൻ എടുത്തു കഴിഞ്ഞാലും അൺലിമിറ്റഡ് വീഡിയോസ് ചെയ്യാം. പിന്നെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ക്രെഡിറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, സ്റ്റിൽ അൺലിമിറ്റഡ് വീഡിയോസ് ചെയ്യാം. ഈ അവതാറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ദേ ഹാവ് റെസ്ട്രിക്ഷൻ ലൈക്ക് 100 ലുക്സ് എ മന്ത്, 10 അവതാർ പെർ അക്കൗണ്ട്, അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ബട്ട് അതർവൈസ് ദിസ് ഈസ് എ ഫാന്റാസ്റ്റിക് പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഡോക്ടറെയാണ്. ഓക്കെ, അപ്പം ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കാം. കുറച്ച് ടൈം ഡിലേ വരും ആ ക്രിയേഷൻ ടൈം, ബട്ട് അഗൈൻ യു ക്യാൻ വെയിറ്റ് ദർ. നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സിനെയും അതുപോലെ ഒരുപാട് അവതാർസിനെയും മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെയാണ്. അതെങ്കിലും ഞാൻ സ്ക്രാച്ച് നിന്ന് കാണിക്കാം. സോ ക്ലിക്ക് ഓൺ ക്രിയേറ്റ് എ ന്യൂ അവതാർ, ഗോ ടു സ്റ്റാർട്ട് വിത്ത് വീഡിയോ. റീസെൻ്റ്ലി വന്ന അപ്ഡേറ്റിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഡിസൈൻ വിത്ത് AI. അപ്പോൾ ഞാനിവിടെ ഡോക്ടർ അഞ്ജലി എന്ന് പേര് കൊടുക്കുകയാണ്. Okay, young adult, gender, woman, ethnicity unspecified. You can take American, സൗത്ത് ഏഷ്യൻ എടുക്കണം. സൗത്ത് ഏഷ്യൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ. എന്നിട്ട് ഞാനിവിടെ ഫ്രണ്ട്ലി സൗത്ത്, ഞാൻ ഇവിടെ ഒരു സാമ്പിൾ പ്രോംപ്റ്റ് ഇവിടെ നിന്ന് എടുക്കണം. സൗത്ത് ഏഷ്യൻ വുമൺ ഇൻ എ കോസി ക്ലാസ് റൂം ഹോൾഡിങ് എ ബുക്ക്. എനിത്തിങ് ലൈക്ക് വേറെ ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ചെയ്യാം. സൗത്ത് ഏഷ്യൻ വുമൺ ഇൻ ഹൈടെക് സെറ്റപ്പ് സറൗണ്ടഡ് ബൈ കളർഫുൾ LED ലൈറ്റ്സ്. ട്രൈ ഇറ്റ്. എനിവേ ലൈക്ക് ഈ അവതാറിനെ നമ്മൾ വീണ്ടും ഒരു വേറെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഡോക്ടറെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ തന്നെ നമ്മൾ ഡോക്ടറെ ക്രിയേറ്റ് ചെയ്യില്ല. എന്നിട്ട് ഓറിയന്റേഷൻ, ലാൻഡ്സ്കേപ്പ് വേണോ, പോർട്രേറ്റ് വേണോ, സ്ക്വയർ വേണോ, ഫുൾ ബോഡി വേണോ, അപ്പർ ബോഡി വേണോ, ഫേസ് വേണോ, ദിസ് ഡസ് ഇറ്റ് മാറ്റർ. ഓക്കെ, യു
ക്യാൻ ചൂസ് എനി, ബിക്കോസ് അത് പിന്നീട് മാറും. ദെൻ യു ക്യാൻ ചൂസ് റിയലിസ്റ്റിക്, എങ്ങനത്തെ ഒരു അവതാർ വേണം, റിയലിസ്റ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇതെല്ലാം ഓരോരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസൈൻസ് ആണ്, ഒരു വ്യൂസ് ആണ്. ഓക്കെ, ആൻഡ് ജനറേറ്റ് പ്രിവ്യൂ. അപ്പോൾ ഞാൻ ഈ ജനറേറ്റ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ക്രിയേറ്റ് ചെയ്യേണ്ട ഡോക്ടറുടെ അവതാർ ഇവിടെ വരും. ഇവിടെ ഇറ്റ് ടേക്സ് ഫ്യൂ സെക്കൻഡ്സ്. അപ്പോൾ നമുക്കൊരു 4 പ്രിവ്യൂ ഇവിടെ വരും. ആ 4 ഫേസ് ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് അതിൽ നിന്ന് ആരെ വേണം എന്നുള്ളത് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ആ ഡോക്ടറെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ജനറേഷൻ ടൈമിൽ നമുക്ക് പാരലലി അടുത്തടുത്ത സ്റ്റെപ്പുകളും ചെയ്തു പോകാം, സോ ദാറ്റ് നമുക്ക് ആ ടൈം സേവ് ചെയ്യാം. എനിവേ ഫസ്റ്റ് ആ അവതാർ ഒന്ന് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ട്രെയിനിങ് ഒക്കെ 5 മിനിറ്റോളം എടുക്കും, AI ട്രെയിനിങ്. അത് ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇൻ ദ മീൻ ടൈം ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തത് പ്രകാരം ഇങ്ങനെയാണ് വന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് മാറ്റാം. റിയലിസ്റ്റിക് ഈസ് ഓക്കെ, ഇതൊന്ന് മാറ്റാം. എ ക്രിയേറ്റീവ് സൗത്ത് ഏഷ്യൻ വുമൺ ഇൻ എ പെയിന്റ് ഓപ്പൺ വർക്കിംഗ് ഇൻ സൺലൈറ്റ് സ്റ്റുഡിയോ, വുമൺ ഇൻ എ ടൈലേർഡ് സ്യൂട്ട്. ഓക്കെ, ജനറേറ്റ് പ്രിവ്യൂ. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ചെയ്ത ഒരു വീഡിയോയും കൂടെ ഞങ്ങൾ കാണിച്ചു തരാം. ആ ഒരു ടൈമിൽ ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ടിന്റെ ഭാഗമാണ്. പ്രമേഹത്തെക്കുറിച്ച് ആശങ്കയുണ്ടോ? രക്തത്തിലെ ഷുഗറിന്റെ അളവ് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? എങ്കിൽ സിന്തൈറ്റ് ഗ്രൂപ്പിന്റെ നാറ്റ് എക്സ്ട്രാ ജിംനി മാഗ്ഡി നിങ്ങൾക്കൊരു പ്രകൃതിദത്ത പരിഹാരമാണ്. ഞാൻ ലെക്സ്ട്ര. ഞാൻ സിന്തൈറ്റ് നാറ്റ് എക്സ്ട്രയുടെ AI ന്യൂട്രീഷനിസ്റ്റ് ആണ്. സിന്തൈറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ഇപ്പൊ നമുക്ക് ഒരു 4 ഫേസ് വന്നിട്ടുണ്ട്. ഈ 4 ഫേസിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫേസ് കൊള്ളാൻ തോന്നുന്നു. നമുക്ക് റീജനറേറ്റ് ചെയ്യണമെങ്കിൽ റീജനറേറ്റ് ചെയ്യാം. അത് ജനറേറ്റ് അഗൈൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ജനറേറ്റ് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ഫേസ് നമുക്ക് എടുക്കാം ആൻഡ് സേവ്. ഓക്കെ, അപ്പോൾ ഒരു ഡോക്ടർ അഞ്ജലി എന്നുള്ള പേരിൽ ഈ ഒരു ഫേസ് ഇപ്പോൾ സേവ് ആവും. സേവ് ആയതിനു ശേഷം നമുക്ക് പിന്നെ ഡിഫറെൻറ്റ് ലുക്സ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാറ്റി ചെയ്യണമെങ്കിൽ മാറ്റി ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ അഞ്ജലിയുടെ ഫോട്ടോ വാലിഡേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഡോക്ടർ അഞ്ജലി. ഓക്കെ, നൗ ഇവിടെ റൈറ്റ് സൈഡിൽ ട്രെയിൻ മോഡൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ട്രെയിൻ മോഡൽ എന്ന് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു AI ഇമേജ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഇമേജിന്റെ ഓവറോൾ ഡീറ്റെയിൽസ് AIനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ AIക്ക് കുറെ കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സും എല്ലാം തരാൻ പറ്റും. അതായത് ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ, മൂവ്മെന്റ്സ്, ഹൈറ്റ് എല്ലാം AIക്ക് തരാൻ പറ്റും. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ ലുക്ക് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് വ്യൂസ് കൊണ്ടുവരാൻ പറ്റില്ല. ഈ ഒരു പൊസിഷൻ തന്നെ അങ്ങനെ നിന്ന് പോകും. അപ്പോൾ ഞാനിവിടെ AIക്ക് ട്രെയിൻ മോഡൽ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് ഇറ്റ് വിൽ ടേക്ക് അനദർ 5 മിനിറ്റ്സ്. ഓക്കെ, നമുക്ക് ആ ഒരു ടൈമിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നൗ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് കലണ്ടർ സിസ്റ്റം സെറ്റപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ്. കലണ്ടർ സിസ്റ്റം എന്തിനാണ്? നമുക്ക് ഇൻബൗണ്ട് അപ്പോയിൻമെന്റ്സ് വരുമ്പോൾ അതിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോയിൻമെന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കലണ്ടർ സിസ്റ്റം റൺ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിസിനസ് 360 എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നൗ ലെറ്റ് മീ ടെൽ യു അബൌട്ട് ബിസിനസ് 360. ബിസിനസ് 360 ഒരു ഇന്ത്യൻ പ്ലാറ്റ്ഫോം അല്ല, ഒരു US ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ്. അവർ സെല്ല് ചെയ്യുന്ന ഈ പ്ലാറ്റ്ഫോം നമ്മൾ അവരുമായിട്ട് പാർട്ട്ണർ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ സെയിൽസ്, സർവീസ്, സപ്പോർട്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നൗ ഈ പ്ലാറ്റ്ഫോം സെല്ല് ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ പ്ലാറ്റ്ഫോം US ബേസ്ഡ് ആയിട്ടുള്ള വേറെ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോം ഡയറക്റ്റ്ലി US നിന്ന് പർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ദാറ്റ് ഈസ് more recommendable because you deal directly with that company. ഞങ്ങൾ വഴി പോകുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് സപ്പോർട്ട് മലയാളത്തിലായിരിക്കും. ഞങ്ങളുടെ സപ്പോർട്ട് ഡയറക്റ്റ്ലി കിട്ടും. വാട്സാപ്പ് ഗ്രൂപ്പിലും മലയാളത്തിലും ഒക്കെ സപ്പോർട്ട് കിട്ടും. മറ്റേതാവുമ്പോൾ ഇതുപോലെ ട്രെയിനിങ് സെഷൻസ് എല്ലാം നമ്മൾ വഴി കിട്ടും. പക്ഷെ മറ്റേതാവുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ആ ഒരു US സപ്പോർട്ട്, ചാറ്റ് സപ്പോർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ഡിഫറൻസ് ആണ് പ്രധാനമായിട്ട് വരുന്നത്. ബട്ട് എനിവേ എനിബഡി ക്യാൻ ടേക്ക് എനി ഓപ്ഷൻ, റൈറ്റ്? ഞങ്ങൾ ഇത് ചെയ്യുന്നതിന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് എക്സ്റ്റെൻസീവ്ലി AIയിലും ഓട്ടോമേഷനിലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് വി നീഡ് എ പ്ലാറ്റ്ഫോം. സോ ദാറ്റ്സ് വൈ വി ടുക്ക് ദിസ് ആൻഡ് യെസ് വി റീസെൽ ഓൾസോ. നൗ കലണ്ടറിലേക്ക് പോവാം. സോ ലെറ്റ്സ് ഗോ ടു ദ കലണ്ടർ സിസ്റ്റം. ഗിവ് മി എ മൊമെന്റ്.
ഇതാണ് ഈ പ്ലാറ്റ്ഫോമിൽ ദർ ഈസ് ഇവിടെ കലണ്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കലണ്ടേഴ്സ്. ഓക്കെ, കലണ്ടേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കലണ്ടർ സെറ്റിങ്സ് ഉണ്ട്. നിങ്ങൾ ഈ കലൻഡ്ലി പോലുള്ള പ്ലാറ്റ്ഫോംസ് കണ്ടിട്ടുണ്ടായിരിക്കും, അപ്പോയിൻമെന്റ് ബുക്കിംഗ് സിസ്റ്റംസ്. അങ്ങനത്തെ ഒരു സിസ്റ്റം, അങ്ങനത്തെ ഒരു ഫീച്ചറാണ് ഇതിൽ തന്നെ വരുന്ന ഫീച്ചറാണ്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂ കലണ്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് പേഴ്സണൽ ബുക്കിംഗ്, ക്ലാസ് ബുക്കിംഗ്, കളക്റ്റീവ് ബുക്കിംഗ്, റൗണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതെടുക്കാം. ബട്ട് സർവീസ് ബുക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും കൂടുതൽ കൺസൾട്ടേഷന് നല്ലത്. ഓക്കെ, അല്ലെങ്കിലും യു ക്യാൻ ഗോ വിത്ത് പേഴ്സണൽ ബുക്കിംഗ്, ദാറ്റ് ഈസ് വെരി ഈസി. കലണ്ടർ നെയിം ഡോക്ടർ അഞ്ജലി, പേഴ്സണൽ കലണ്ടർ. ടീം മെമ്പർ, നമ്മളിവിടെ അഞ്ജലി എന്ന് പറഞ്ഞ ടീം മെമ്പർ ഉണ്ടെങ്കിൽ ടീം മെമ്പറെ സെലക്ട് ചെയ്യാം. കസ്റ്റം URL അഞ്ജലി എന്ന്. ഓക്കെ, ഡോക്ടർ അഞ്ജലി എന്ന് കൊടുത്തു. മിനിറ്റ്സ് ലൈക്ക് I'll put 1 hour as consultation time, Monday to Friday, morning 10 a.m. to 5 p.m. ആക്സെപ്റ്റ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെന്റ്സിന് പേയ്മെന്റ് കളക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. നമുക്ക് അത് ചൂസ് ചെയ്യാം, അപ്പോയിൻമെന്റ് പേയ്മെന്റ് വേണോ വേണ്ടോ എന്നുള്ളത്. സോ ഞാനവിടെ 500 rupees ഇടുകയാണ്. ഓക്കെ, ആൻഡ് കൺഫേം. ഇപ്പം നമ്മളിവിടെ കലണ്ടർ സെറ്റ് ചെയ്തു. ഓക്കെ, കോപ്പി ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇത് വേറെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പൊ ഡോക്ടർക്ക് ഡയറക്റ്റ്ലി അപ്പോയിൻമെന്റ് കളക്ട് ചെയ്യണമെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഇവിടെ വന്നിട്ട് അപ്പോയിൻമെന്റ് കണ്ടോ, അപ്പോയിൻമെന്റ് ചൂസ് ചെയ്തിട്ട് ഡേറ്റും ടൈം ഒക്കെ കൊടുത്തിട്ട് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാം. ഇതാണ് അപ്പോയിൻമെന്റ് ബുക്കിംഗ് സിസ്റ്റം. അപ്പൊ ഇതിനകത്ത് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂം ഇന്റഗ്രേറ്റ് ചെയ്ത്, ഞാൻ കാണിക്കുന്നില്ല, പക്ഷേ സൂം ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മീറ്റിംഗ് ഓട്ടോമാറ്റിക്കലി ഷെഡ്യൂൾ ആകുന്ന പ്രോസസ്സും കൂടെ നടക്കും. ഓക്കെ, നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. സോ ഇപ്പൊ നമ്മളിവിടെ കലണ്ടർ ക്രിയേറ്റ് ചെയ്തു, ഡോക്ടർ അഞ്ജലീസ് പേഴ്സണൽ കലണ്ടർ. നൗ അതിന് മുന്നേ നമുക്ക് ഇവിടെ ട്രെയിനിങ് കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ ഇവിടെ അഞ്ജലിയുടെ ട്രെയിനിങ് കഴിഞ്ഞു. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി ഒരു ഓപ്ഷൻ ചോദിക്കാൻ പോവാണ്, എനിക്ക് ഇനി ഡോക്ടറെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഡോക്ടറെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഐ വിൽ ഗോ ടു ആയുർവേദ ഡോക്ടർ എന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ്, ഇമേജസ് എടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഏതെങ്കിലും ഒരു ഡോക്ടറുടെ, ഇപ്പം ഇതൊരു ആയുർവേദ ഡോക്ടറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡോക്ടറുടെ ഇമേജ് ഞാൻ സേവ് ചെയ്യാണ്. സേവ് ചെയ്തു. എന്നിട്ട് ഞാൻ വേറൊരു പ്ലാറ്റ്ഫോം എടുക്കുകയാണ്, ഇമേജ് ടു പ്രോംപ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതെടുക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ആ ഡോക്ടറുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അവിടെ പോയി, വെർ ഈസ് ദാറ്റ്, യാ, അപ്ലോഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ജനറേറ്റ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡോക്ടറെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്താണ് പ്രോംപ്റ്റ് കൊടുക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് റെഫറൻസ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്തത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ക്രിയേറ്റ് എ ഡോക്ടർ സിറ്റിംഗ് ഇൻ എ ഗ്രീൻ റൂം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ബട്ട് ഇവിടെ ഞാൻ ഈ ഇമേജിന് ഡീകോഡ് ചെയ്യാണ്, പ്രോംപ്റ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലായി, വുമൺ, മിഡിൽ ഏജ്, സൗത്ത് ഏഷ്യൻ, സീറ്റഡ് അറ്റ് ഡോക്ടേഴ്സ് ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടി. സോ ഞാനിത് ഇവിടുന്ന് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തിട്ട് ഐ കെയിം ബാക്ക് ടു ഹേജൻ ആൻഡ് ഇവിടെ ഞാൻ പ്രോംപ്റ്റിൽ കൊടുത്തു. ഓക്കെ, പ്രോംപ്റ്റിൽ എൻ്റർ ചെയ്ത് കൊടുത്തു. എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റൈൽ ആൻഡ് പോസ്, അപ്പർ ബോഡി, റിയലിസ്റ്റിക്, പ്രൊഡക്റ്റ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ പ്രൊഡക്ട്സ് ഒക്കെ ആഡ് ചെയ്യാം. സോ ജനറേറ്റ് ലുക്ക്. ഇപ്പോൾ ഇവിടെ നമ്മളുടെ AI ഡോക്ടറുടെ ഇമേജ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് ക്രിയേറ്റ് ആവട്ടെ. ക്രിയേറ്റ് ആയതിനു ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ബൈ ദ ടൈം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി വാട്സാപ്പ് ടെംപ്ലേറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഈ വാട്സാപ്പ് ടെംപ്ലേറ്റ് ഞാൻ എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നിട്ട് ആ പേഷ്യൻ്റ് പറയുകയാണ്, ഇപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തത്, ഡോക്ടറെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാരലലി നമ്മൾ കലണ്ടർ അപ്പോയിൻമെൻറ്റ് ഓൺലൈനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കലണ്ടർ സിസ്റ്റം സെറ്റപ്പ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്സാപ്പ് ടെംപ്ലേറ്റ് ലൊക്കേഷനാണ്, ഫോർ ലൊക്കേഷൻ. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, ഇൻ കേസ് നമ്മളുടെ കസ്റ്റമർ നമ്മളുടെ ഓഫ്ലൈൻ ക്ലിനിക്കിലേക്ക് വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവന് നമ്മൾ ലൊക്കേഷൻ അയച്ചു കൊടുക്കണം.
ഓക്കെ, അതും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അഗെയിൻ ഐ എം ഗോയിങ് ടു ഇവിടെ 4 ലുക്ക് വന്നിട്ടുണ്ട്, അത് വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വന്നു, ഡോക്ടർക്ക് കണ്ടോ, ഡോക്ടർ ക്ലിനിക്കിൽ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് 4 ഇമേജ് വന്നില്ലേ. ഇതും കൂടെ ഒന്ന് വരട്ടെ. നോട്ട് ബാഡ് അല്ലേ? ഓക്കെ, സോ ദിസ് ലുക്സ് ഗുഡ്. ഓക്കെ, ഇത് കൊള്ളാം. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി ഡോക്ടറുടെ വീഡിയോ ആക്കി മാറ്റാം. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ ക്രിയേറ്റ് വിത്ത് AI സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ബിഫോർ ദാറ്റ് ഞാൻ ഇതിനൊരു മോഷൻ കൊടുക്കുകയാണ്. മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോട്ടോ ആണല്ലോ, ഫോട്ടോയ്ക്ക് നമുക്കൊരു മോഷൻ കൊടുക്കാം. ടോക്കിംഗ് നാച്ചുറലി, എക്സ്പേർട്ട് പ്രസൻറ്റേഷൻ, ഡൈനാമിക് അനൗൺസ്മെന്റ്, തോട്ട്ഫുൾ കോൺവെർസേഷൻ, ടെല്ലിങ് എ ഫണ്ണി സ്റ്റോറി, കമ്പല്ലിംഗ് പിച്ച്, ന്യൂസ് ചാനൽ മോഡറേറ്റർ, എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത്. ടോക്കിംഗ് നാച്ചുറലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മളുടെ ഈ ഇമേജിന് ഒരു മോഷൻ വരും, ഒരു മൂവ്മെന്റ് വരും. ഓക്കെ, എന്നിട്ട് ആ മൂവ്മെന്റ് വന്നതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇൻ ദ മീൻ ടൈം നമുക്ക് ഇനി വാട്സപ്പ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതും നമ്മൾ ചെയ്യുന്നത് ബിസിനസ് 360 വെച്ചിട്ടാണ്. അതിനകത്ത് നമുക്ക് വാട്സപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ വാട്സപ്പ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ആയുർവേദ ക്ലിനിക് ഡെമോ ലൊക്കേഷൻ എന്ന് പറഞ്ഞ് പേര് കൊടുത്തു, ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഹെഡർ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ലൊക്കേഷൻ. ഓക്കെ, നമ്മൾ നോർമലി വാട്സപ്പിലൊക്കെ മെസ്സേജ് വരുമ്പോൾ ചിലപ്പോൾ PDF അറ്റാച്ച് ചെയ്തിട്ട് ഇമേജ് അറ്റാച്ച് ചെയ്തിട്ടൊക്കെ നമുക്ക് വരാറുണ്ട്. അതുപോലെ നമുക്ക് ലൊക്കേഷൻ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ലൊക്കേഷൻ എടുക്കാനായിട്ട് ഫോർ എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡെയിലി സ്കിൽസ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാപ്സ്, സോ ഇതാണ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിനകത്തുള്ളത്. ഇതിൽ ഷെയർ but a map. Nearby. ഇതെങ്ങനെ കോപ്പി ചെയ്യും? Get latitude and longitude from right click on the desired spot on the map and select. ഇതാണ് ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്. അത് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, പേസ്റ്റ് ചെയ്തു. ലൊക്കേഷൻ നെയിം പേര് കൊടുത്തു. ലൊക്കേഷൻ അഡ്രസ് ഓക്കെ, ലൊക്കേഷൻ അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ ഇനി ഇത് ഒരാൾക്ക് ഡെലിവർ ആകുമ്പോൾ അയാൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഈ ലൊക്കേഷനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ തൽക്കാലം ഹലോ, താങ്ക് യു ഫോർ ഷോയിങ് ഇൻട്രസ്റ്റ് ഇൻ വിസിറ്റിംഗ് അവർ ക്ലിനിക്. ദി ലൊക്കേഷൻ ഈസ് അറ്റാച്ച്ഡ് ഹിയർ വിത്ത്. Kindly click on it and navigate using Google Maps. Thank you, Dr. Anjali. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മെസ്സേജ് വെച്ചു, മാപ്പ് അറ്റാച്ച് ചെയ്തു, ഡോക്ടർ അഞ്ജലിയുടെ പേര് വെച്ചു. എന്നിട്ട് വി ആർ മിസ്സിങ് സംതിങ് ഹിയർ. ഇവിടെ പേര് ആഡ് ചെയ്യണം. ഞാനിവിടെ കോൺടാക്റ്റിൻ്റെ ഫുൾ നെയിം എടുത്തു. ഡൺ. ഇപ്പം നമ്മൾ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ടെംപ്ലേറ്റ് ഏതെങ്കിലും ഒരു കസ്റ്റമർ നമ്മളുടെ ക്ലിനിക്കിൻ്റെ ലൊക്കേഷൻ ചോദിക്കുമ്പോൾ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പേര് ആയുർവേദ ക്ലിനിക് ഡെമോ ലൊക്കേഷൻ എന്നാണ്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ എന്തായി നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ AI മോഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. Welcome to the new era of video creation with HeyGen.
ഓക്കെ, ഈ വീഡിയോനെ നമ്മളൊന്ന് അപ്സ്കെയിൽ ചെയ്യാണ്. അപ്സ്കെയിൽ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 4K ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ 4K ആയിക്കൊണ്ടിരിക്കുകയാണ്. 4K ആവുമ്പോൾ നമുക്ക് കുറെ കൂടെ ക്വാളിറ്റിയിൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ 4K കംസ് വിത്ത് ടീംസ് ഫീച്ചർ. ഇത് എൻട്രി പ്ലാനിലല്ല, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് പ്ലാനിലാണ് ഈ 4K ഓപ്ഷൻ വരുന്നത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് AI ഡോക്ടറുടെ ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഡോക്ടറുടെ വിഷ്വൽ നമ്മൾ ഒരു സൈഡിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡോക്ടറുടെ വീഡിയോ കണ്ട് ആ ഡോക്ടറെ കോൺടാക്ട് ചെയ്യുന്ന ആളുമായിട്ട് സംസാരിക്കുന്ന ഡോക്ടറുടെ ബുദ്ധി എന്താണ്, അല്ലെങ്കിൽ ഡോക്ടർ എങ്ങനെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇൻ്റലിജൻസിൽ വരുന്നത്. അപ്പോൾ ഇൻ്റലിജൻസിൽ നമ്മളിവിടെ ആദ്യമേ തന്നെ ഡോക്ടറുടെ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ AI പഠിപ്പിക്കുകയാണ്. യുവർ നെയിം ഈസ് ഡോക്ടർ അഞ്ജലി ആൻഡ് യു ആർ ആൻ ആയുർവേദ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ തന്നെ AI ഒരാൾ വന്നിട്ട് ഹൂ ആർ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയും ഐ എം ഡോക്ടർ അഞ്ജലി. വാട്ട് ഡു യു ഡു? ഐ ആം എൻ ആയുർവേദ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയും. ഓക്കെ, സോ യുവർ ജോബ് ഈസ് ടു ഗീവ് കൺസൾട്ടേഷൻ ടു ദ യൂസേഴ്സ് ടു ഹെൽപ്പ് ദം ക്യൂർ ഓർ റിവേഴ്സ് ദിയർ ഹെൽത്ത് പ്രോബ്ലംസ്. നിന്റെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസൾട്ടേഷൻ കൊടുക്കലാണ്. ഓക്കെ, ആൻഡ് ബിഫോർ യു സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ, ask their mobile number and preferred language for the conversation. നിങ്ങൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരുടെ മൊബൈൽ നമ്പർ ചോദിക്കുക, എന്നിട്ട് ലാംഗ്വേജും കൂടെ ചോദിക്കുക. ഈ മൊബൈൽ നമ്പർ ആദ്യമേ ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ നേരത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ നമ്പറും പേരൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റത്തിലേക്ക് സേവ് ആവും. ഇനി ബിഫോർ യു എൻഡ് കോൺവെർസേഷൻ ടെൽ ദാറ്റ് യു ആർ ആൻ AI ഡോക്ടർ ആൻഡ് ദി കൺസൾട്ടേഷൻ ഇസ് ഫോർ റെഫറൻസ് പർപ്പസ് ഓൺലി. ഇത് AI ഡോക്ടർ ആയതുകൊണ്ട് ആൾക്കാർ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് പറയണം നീ AI ഡോക്ടറാണ്, ഇത് റെഫറൻസിന് വേണ്ടി മാത്രമാണ്. ഇഫ് യു വാണ്ട് റിയൽ പ്രിസ്ക്രിപ്ഷൻ ദെൻ ബുക്ക് കൺസൾട്ടേഷൻ വിത്ത് ദ റിയൽ ഡോക്ടർ എന്ന് ലാസ്റ്റ് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് അവർ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യണമെന്ന് അവർ പറയുന്ന സമയത്ത് അവരോട് പറയുകയാണ് 500 രൂപയാണ് കൺസൾട്ടേഷൻ ഫീസ്. സ്റ്റിൽ അവർ റെഡി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് അയച്ചു കൊടുക്കും. ഓക്കെ, പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യം കൂടെ പറയുന്നുണ്ട്. കീപ് ദി കോൺവെർസേഷൻ ഫ്രണ്ട്ലി ആൻഡ് പ്രൊഫഷണൽ ലൈക്ക് എ ഡോക്ടർ. ഫണ്ണി ആവരുത്, കാഷ്വൽ ആവരുത്, ടോക്ക് ലൈക്ക് എ ഡോക്ടർ എന്ന് പറയുന്നുണ്ട്. കീപ് ദി റിപ്ലൈസ് അണ്ടർ 60 വേർഡ്സ്. 60 വാക്കുകളിൽ നിർത്താൻ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടർ മറുപടി പറയുന്ന സമയത്ത് ചില അഡ്വൈസസ് എന്ന് പറഞ്ഞൊരു എസ്സേ പോലെയാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ വരുന്ന മോഡി. അത് കുഴപ്പമില്ല, ലൈക്ക് ഞാൻ റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനത് ചെറുതാക്കിയെന്നേ ഉള്ളൂ. ചിലപ്പോൾ ഇതിൽ വരുന്ന പ്രിസ്ക്രിപ്ഷനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ് ആണ്. ഈവൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ലൈക്ക് എനിക്ക് എന്താണോ വേണ്ടത് എക്സാക്ട്ലി അത് തന്നെയാണ് ഇതിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ വന്നത്. സോ ദാറ്റ് വാസ് അമേസിങ്. ബട്ട് തിങ് ഈസ് അത് ഭയങ്കര ലെങ്തി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് റിപ്ലൈസ് 60 വേർഡ്സിൽ വെക്കാൻ പറഞ്ഞു. ഇനി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദർ ലൈഫ് സ്റ്റൈൽ ബിഫോർ ഗിവിങ് റെക്കമെൻഡേഷൻസ്. അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് ചോദിക്കാൻ പറയുന്നുണ്ട്. കാരണം ഈ ഡാറ്റ എല്ലാം നമ്മുടെ CRM അവൈലബിൾ ആകുന്നതുകൊണ്ട് നാളെ നമ്മളുടെ റിസപ്ഷനിസ്റ്റോ സെയിൽസ് ടീമോ ഈ കസ്റ്റമറെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഈ ഡാറ്റ നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. സോ ഇഫ് ദേ വാണ്ട് ടു വിസിറ്റ് ദ ലോക്കൽ ക്ലിനിക് ടെൽ ദം ദാറ്റ് ദ ലൊക്കേഷൻ വിൽ ബി ഷെയർഡ് ഇൻ വാട്സാപ്പ്. അപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ചോദിക്കുകയാണ് സെൻഡ് മീ ദ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ വാട്സപ്പിൽ ലൊക്കേഷൻ പോകും. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു പ്രോസസ്സ്. റൈറ്റ്, അപ്പോൾ ഇനി നമുക്ക് AIക്ക് ഇൻ്റലിജൻസ് കൊടുക്കാം. AIക്ക് ഇൻ്റലിജൻസ് കൊടുക്കാനായിട്ട് ഞാൻ വീണ്ടും 360 പോകുന്നു. ആൻഡ് ഐ എം ഗോയിങ് ടു ഓട്ടോമേഷൻസ്. ഓട്ടോമേഷനിൽ ഞാനൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ ഞാൻ പിന്നെ പറയാണ് ഈ ബിസിനസ് 360 എന്ന് പറയുന്നത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. നിങ്ങൾക്ക് ഇത് US ബേസ്ഡ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യു ആർ ടോട്ടലി ഫ്രീ ടു ഡു ദാറ്റ്. ദർ ഇസ് നോ എന്താ പറയുന്ന ഒരു പുഷില്ല ടു ബൈ ഫ്രം us. ഇറ്റ്സ് ഓൾ യുവർ ചോയ്സ്. ഡോക്ടർ അഞ്ജലി അപ്പോയിൻമെന്റ് ആൻഡ് കൺസൾട്ടേഷൻ. ഓക്കെ, നൗ ഞാനിവിടെ വരുന്ന മെസ്സേജിന് ആദ്യം ലൈക്ക് ഇതിപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ട്രിഗർ ഇവിടെ ആഡ് ചെയ്യണം. ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് വരാം. തൽക്കാലം ഞാനിപ്പോൾ ഒരു ട്രിഗർ ആഡ് ചെയ്യാണ്. ഇതെന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം.
ഇപ്പം ഇൻസ്റ്റാഗ്രാം ഇൻട്രാക്റ്റീവ് മെസ്സഞ്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇൻസ്റ്റാഗ്രാം ഇൻട്രാക്റ്റീവ് മെസ്സഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കസ്റ്റമർ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഒരു ടെംപ്ലേറ്റ് പോലെ ബട്ടണൊക്കെ വെച്ചിട്ട് പോകുന്ന ഒരു പ്രോസസ്സാണ് ഇൻസ്റ്റാഗ്രാം ഇൻട്രാക്റ്റീവ് മെസ്സഞ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുമ്പോൾ ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ബട്ടണൊക്കെ ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ. സോ ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ് ഹലോ, nice to meet you. To start consultation with Dr. Anjali, please click the button below എന്ന് പറയുകയാണ്. അപ്പോൾ അവർ ചാറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന സമയത്ത് മാത്രമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഞാനിവിടെ ബട്ടണിന് നെയിം കൊടുത്തു, സ്റ്റാർട്ട് ഫ്രീ കൺസൾട്ടേഷൻ, ആക്ഷൻ ഈസ് പെർഫോം ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഇനി ഇത് പോകുന്ന സമയത്ത് ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ ഹലോ നൈസ് ടു മീറ്റ് യു, ടു സ്റ്റാർട്ട് കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ അഞ്ജലി, പ്ലീസ് ക്ലിക്ക് ദ ബട്ടൺ ബിലോ എന്ന് വരും. എന്നിട്ട് സ്റ്റാർട്ട് ഫ്രീ കൺസൾട്ടേഷൻ, പെർഫോം ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് എടുക്കുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. പെർഫോം ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ. ഇപ്പോൾ ഇത് ഞാനിവിടെ വെച്ചപ്പോൾ 2 ഓപ്ഷൻ വന്നു. ഡിഫോൾട്ട് ടൈം ഔട്ട്. ഡിഫോൾട്ട് ടൈം ഔട്ട് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ക്ലിക്ക് ചെയ്യുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? സ്റ്റാർട്ട് ഫ്രീ കൺസൾട്ടേഷൻ, അതായത് അയാൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കണം? 2 സിനാരിയോ ആണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതിലൊരു സിനാരിയോ ആണിത്. ഓക്കെ, അപ്പോൾ ഈ കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഡോക്ടറെ ഇൻവൈറ്റ് ചെയ്യണം. ആ ഡോക്ടറെ ഇൻവൈറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോൺവെർസേഷൻ AI എന്ന് പറയുന്നത്. ഓക്കെ, കോൺവെർസേഷൻ AI. നമ്മൾ പല പല AI കുറിച്ച് കേട്ടിട്ടുണ്ട്. AI ജനറേറ്റീവ് AI എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിയുടെ പേരാണ് ജനറേറ്റീവ് AI, കോൺവെർസേഷൻ AI എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോൺവെർസേഷൻ AIക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, പേഴ്സണാലിറ്റിയും ഇൻസ്ട്രക്ഷനും കൊടുക്കണം. അതിന് നമ്മളിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ അഞ്ജലിയുടെ ഡീറ്റെയിൽസ് എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുന്ന ലിങ്ക് നമ്മളിവിടെ ഈ ലിങ്ക് നമ്മളിവിടെ നിന്ന് കോപ്പി ചെയ്യണമായിരുന്നു. കാരണം അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുന്ന ലിങ്ക് കൊടുക്കണ്ടേ. അപ്പോയിൻമെന്റ് ബുക്കിംഗ് ലിങ്ക് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. റൈറ്റ്. സോ പേഴ്സണാലിറ്റി, your name is Dr. Anjali, you are an Ayurveda specialist, your job is to give consultation to users to help them cure and reverse. Before you start the conversation, ask their mobile number and preferred language for the conversation. Before you end the conversation, tell right. Okay, if you are ready, if they are ready to book consultation with the consultant, ask if they need it or not. Okay, any additional instruction എടുക്കാം. Additional instruction ഞാനൊന്ന് കോപ്പി ചെയ്തു. I pasted it. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ. ഇയാൾ ഇവിടെ സ്റ്റാർട്ട് ഫ്രീ കൺസൾട്ടേഷൻ എന്ന് പറയുന്ന സമയത്ത് ഡോക്ടർ അഞ്ജലി അവരോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? ഹായ് നെയിം, അതായത് ഹായ് സുബിലാൽ, എന്തായിരിക്കും ഒരു ഡോക്ടർ ആദ്യം ചോദിക്കുന്ന ചോദ്യം? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ എന്ന് ചോദിക്കാം. ഓക്കെ, ടൈം ഔട്ട് 1 hour. ചാനൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഈ AI ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ചൂസ് ചെയ്തു. ബോട്ട് റെസ്പോൺസ് ലിമിറ്റ് 25 എന്ന് വെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുമായിട്ട് എത്രത്തോളം മാക്സിമം മെസ്സേജ് അയക്കാം എന്നുള്ളത് ഞാൻ 25 വെക്കുകയാണ്. വെയിറ്റ് ടൈം 1 second വെക്കുകയാണ്. അത് വരുന്ന മെസ്സേജിന് 1 second തന്നെ റിപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഇവിടെ കണ്ടീഷൻസ് ചോദിക്കുന്നുണ്ട്. കണ്ടീഷൻസ് എന്താ? കണ്ടീഷൻസ്, ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അയാൾക്ക് ലൊക്കേഷൻ കിട്ടണം എന്നാണ്. ലൊക്കേഷൻ കിട്ടണം അല്ലേ? വാണ്ട് ടു വിസിറ്റ് ലോക്കൽ ക്ലിനിക്. വാണ്ട് ടു വിസിറ്റ് ലോക്കൽ ക്ലിനിക്. ഈ കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ വാട്സപ്പിൽ ക്ലിനിക്കിന്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നത്. ഇനി ഒരു കണ്ടീഷൻ എന്താണ്? വാണ്ട് ടു
ബുക്ക് വേണ്ട, വാണ്ട് ടു ബുക്ക് അപ്പോയിൻമെന്റ് വേണ്ട, കാരണം ഓൾറെഡി അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്, അത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഒരു കണ്ടീഷൻ മാത്രം വെക്കുകയാണ്, വാണ്ട് ടു വിസിറ്റ് ലോക്കൽ ക്ലിനിക്, സേവ്. അപ്പോൾ ഈ കോൺവെർസേഷൻ തന്നെ ആ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അവരോട് സംസാരിച്ച് അവർക്ക് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാനുള്ള ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത്രയും മതി, നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റ് ആക്കണ്ട. ദിസ് ഈസ് ഇന്റലിജന്റ് ഇനഫ്. ഇനി ഇൻ കേസ് അവർ വിസിറ്റ് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വാട്സാപ്പിൽ ഓൾറെഡി അവരുടെ മൊബൈൽ നമ്പർ മുന്നേ കളക്ട് ചെയ്തിട്ടുണ്ട്. ആയുർവേദ ക്ലിനിക് ഡെമോ ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ടെംപ്ലേറ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സേവ്ഡ് ഇറ്റ് ആൻഡ് പബ്ലിഷ്, സേവ്. ഒരു കാര്യം കൂടെ നമുക്കിനി ചെയ്യാനുണ്ട്, ഇതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സംഭവിക്കുന്നത്, നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ AI അവർക്ക് മെസ്സേജ് അയക്കും. എന്നിട്ട് അവർ സ്റ്റാർട്ട് ഫ്രീ കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോക്ടർ ആക്ടിവേറ്റ് ആവും. ഡോക്ടർ ആക്ടിവേറ്റ് ആയിട്ട് അവർക്ക് ചാറ്റ് ചെയ്തിട്ട് അവർക്ക് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കും. ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ ലൊക്കേഷൻ വേണമെന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് അയച്ചു കൊടുക്കും. അതൊക്കെ അപ്പുറത്ത് ഓട്ടോമാറ്റിക്കലി നടന്നോളും, നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. ദാറ്റ്സ് ഓൾറെഡി ഡൺ. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു അവർ ഡോക്ടർ. 4K ഡോക്ടർ റെഡി ആയിട്ടുണ്ട്. ഇനി ഡോക്ടറെ വെച്ചിട്ട് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാണ്, വീഡിയോ എഡിറ്റിംഗിലേക്ക് പോവാണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെൻഡറായി വരാൻ ടൈം എടുക്കും. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് കൊടുക്കുകയാണ്. സ്ക്രിപ്റ്റ്, ഹലോ, ഐ ആം ഡോക്ടർ അഞ്ജലി, യുവർ ആയുർവേദ specialist. If you have any lifestyle disease, do not worry at all. I can help you. All you need is to stay calm and book a free consultation with me over here in Instagram. Okay. To connect with me, comment AYR and I will send you, I will message you in the inbox. So stay happy, stay healthy, take care. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോക്ടർ പറയുന്നത് കേട്ടോ. ഡോക്ടറുടെ സ്ക്രിപ്റ്റ് ഇതാണ്. ഇനി ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു കാര്യം കൂടെ ചെയ്യാണ്. ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഡോക്ടറുടെ പേരൊക്കെ എഴുതി കാണിക്കണ്ടേ. സോ I'll choose this. ഇത് വേണ്ട, കളർ മാറ്റാം അല്ലേ. ഡോക്ടർ അഞ്ജലി, ആയുർവേദ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, കളർ ഒന്ന് ഡാർക്ക് ആക്കാം. ഓക്കെ, പേര് ആഡ് ചെയ്തിട്ടുണ്ട്. പേര് എവിടെ ഇപ്പോൾ വന്നിരിക്കുന്നു?
എവിടെ പോയി? എവിടെ പോയി? സോ ഡോക്ടർ അഞ്ജലി. ഓക്കെ, സോ ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനെ എക്സ്പോർട്ട് ചെയ്യാണ്. ഡോക്ടർ അഞ്ജലി, സബ്മിറ്റ്. ഡോക്ടർ അഞ്ജലി റെസൊല്യൂഷൻ ഐ വിൽ ചൂസ് 4K, മാക്സിമം ക്വാളിറ്റി എടുക്കുകയാണ് ആൻഡ് സബ്മിറ്റ്. ഇപ്പോൾ ഡോക്ടറിൻ്റെ ആ വീഡിയോ ഇപ്പോൾ റെൻഡർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ ചെയ്യാൻ മറന്നുപോയി ഇതിനകത്ത്. താങ്ക് യു. ഓൾ യു നീഡ്. ഞാനിവിടെ ഒരു കാര്യം മറന്നുപോയത്, കമൻറ്റ് പറയുന്ന കാര്യം മറന്നുപോയി. ഒരു ടെക്സ്റ്റും കൂടെ എനിക്ക് ആഡ് ചെയ്യണമായിരുന്നു. കമൻറ്റ് AYR to get my free consultation. ഈ ഒരു ടെക്സ്റ്റ് എനിക്ക് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യണം. ഇതിൻ്റെ ഫോണ്ട് നിങ്ങൾക്കൊരു നോർമൽ എഡിറ്റ് ചെയ്യാനുള്ള പ്രോസസ്സൊക്കെ ഇതിൽ തന്നെ ചെയ്യാം. ഇതിനകത്ത് അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, ഇറ്റ്സ് വെരി ഈസി. ഞാനിവിടെ പ്ലേസ് ചെയ്യണം, പക്ഷെ ഇതിൻ്റെ കളർ ഒരു സ്മോൾ. Let's do one thing. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്തു. അപ്പോൾ വീഡിയോ കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും ഈ ഒരു കീവേഡ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ കൺസൾട്ടേഷൻ കിട്ടുന്നുള്ളത്. ഓക്കെ, ദെൻ സബ്മിറ്റ് അറ്റ് മാക്സിമം ക്വാളിറ്റി. ഡൺ. ഓക്കെ, അപ്പോൾ ഡോക്ടറുടെ വീഡിയോ നമ്മൾ റെൻഡറിങ്ങിന് വിട്ടു. ഇത് റെൻഡറായി വരട്ടെ. ഇറ്റ് വിൽ ടേക്ക് അഗൈൻ 5 to 10 minutes. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മൾ എവിടെയായിരുന്നു? AI ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ AI ഇൻ്റലിജൻസ് നമ്മൾ കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കോൺഫിഗർ ഓട്ടോമേഷൻ ട്രിഗർ. ഇത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയയാണ്. എപ്പോഴൊക്കെയാണ് ഈ ഡോക്ടർ അഞ്ജലി ആക്ടിവേറ്റ് ആകേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ സാറയുടെ പ്രൊഫൈലിലായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പ്രൊഫൈലിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ എപ്പോഴെല്ലാം ഈ ഡോക്ടർ അഞ്ജലി ആക്ടിവേറ്റ് ആക്കണം. കാരണം ഒരുപാട് ഡിഫറെൻറ്റ് AIs വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ഡോക്ടർ ആയുർവേദ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഞങ്ങളുടെ ഇതിനകത്ത് പല ഇന്നലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഒരു വെയിറ്റ് ലോസ് കൺസൾട്ടൻ്റ് ആണ്. ഇനി നാളെ വരാൻ പോകുന്നത് ന്യൂട്രീഷനിസ്റ്റ് ആണ്. അപ്പോൾ ഓരോരുത്തരുടെയും റോളും പർപ്പസും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡോക്ടർ മാത്രം വന്നാൽ മതി. അപ്പോൾ ആ ഡോക്ടർ വരേണ്ട സിനാരിയോ ഏത് സിനാരിയോ ആണ്? അപ്പോൾ ഞാനിവിടെ ട്രിഗർ ചൂസ് ചെയ്യാണ്. ഈ ട്രിഗറിൽ ഒരാൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഞാൻ ലെറ്റ്സ് സേ സാറയുടെ പേജ് എടുക്കാം, അല്ലെങ്കിൽ എൻ്റെ പേജ് തന്നെ എടുക്കാം. എൻ്റെ പേജിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പോസ്റ്റ് ഈസ് പബ്ലിഷ്ഡ് പോസ്റ്റ് AYR. എൻ്റെ ഏതെങ്കിലും ഒരു പോസ്റ്റിന് താഴെ ആരെങ്കിലും AYR എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആര് ആക്ടിവേറ്റ് ആവും? ഡോക്ടർ അഞ്ജലി ആക്ടിവേറ്റ് ആവും. അതോടൊപ്പം തന്നെ ആരെങ്കിലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും റിപ്ലൈ ചാനൽ ഈസ് മൈ ഇൻസ്റ്റാഗ്രാം, exact phrase is AYR.
AYR എന്ന് എനിക്ക് ആരെങ്കിലും DM-ൽ മെസ്സേജ് അയച്ചാലും AYR എന്ന് ആരെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഡോക്ടർ ഉണരും. ഡോക്ടർ പിന്നെ അവരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങും, ഫ്രീ കൺസൾട്ടേഷൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡോക്ടറെ ഡിപ്ലോയ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ വെക്കുന്ന ട്രിഗർ. ഇവിടെ നിങ്ങൾ വാട്സാപ്പാണ്, ഇപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം വെച്ചിരിക്കുന്ന പോലെ വാട്സാപ്പാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇതേപോലെ ഒരു AI ഏജന്റിനെ റൺ ചെയ്യാം. ഫേസ്ബുക്ക് ലീഡ്സിനെ ഫോളോ അപ്പ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫേസ്ബുക്കിൽ കമൻറ്റ് ഈ ഓപ്ഷൻ വെക്കണമെങ്കിൽ ഫേസ്ബുക്കിൽ വെക്കാം, എവിടെ വേണമെങ്കിലും വെക്കാം. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ വെക്കണമെങ്കിൽ വെബ്സൈറ്റിൽ വെക്കാം. ഓക്കെ, ദെൻ ഗോ ടു നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കമൻറ്റും ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന DM-നും ഡോക്ടർ കൺസൾട്ടേഷൻ കൊടുക്കും. പോസ്റ്റ് ദ വീഡിയോ ഇൻ സോഷ്യൽ മീഡിയ. ഇനി വീഡിയോ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്യാന്നുള്ള പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. 29% അത് ആയിട്ടുള്ളൂ. ഇതാവും, ഇപ്പം തന്നെ ആവും, പെട്ടെന്നാവും, ഒരു 5 മിനിറ്റ്സിനുള്ളിൽ എന്തായാലും ആവും. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആയിട്ടോ വീഡിയോ. ലെറ്റ്സ് പ്ലേ. Hello, I am Dr. Anjali, your Ayurveda specialist. If you have any lifestyle disease, do not worry at all. I can help you. All you need is to stay calm and book a free consultation with me over here in Instagram. To connect with me, comment AYR and I will message you in the inbox. So, stay happy, stay healthy. Take care. ഓക്കെ, അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചിട്ട് കുറച്ച് ടൈം എടുക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് അവിടെ ഡൗൺലോഡ് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ ഡോക്ടറുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്യാണ്. ഇനി ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗുഡ് ടു ഗോ. നമ്മളുടെ ഡോക്ടർ ലൈവായി, കൺസൾട്ടേഷൻ ബുക്കിംഗ് സിസ്റ്റം ലൈവായി, പേയ്മെൻറ്റ് ലിങ്ക് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൽ റേസർ പേ ഇൻ്റഗ്രേറ്റഡ് ആണ്. അത് കൂടാതെ ക്ലിനിക്കിൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കാനുള്ള സിസ്റ്റം ലൈവായി. സോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, വീഡിയോ പോസ്റ്റ് ചെയ്യുക. അപ്പം ഞാനിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്യാണ്. ഐ എം ചൂസിങ് ദ ഡോക്ടർ അഞ്ജലി MP4. ഓപ്പൺ. Hello, I am Dr. Anjali, your Ayurveda specialist. If you have any lifestyle disease, Next. Dr. Anjali, Ayurveda specialist. Dr. Anjali, on your service. Comment AYR to get free consultation now. Okay, done. ഞാൻ അത് ഷെയർ ചെയ്യാണ്, വീഡിയോ ഷെയർ ചെയ്യാണ്. നമുക്ക് പല ലാംഗ്വേജസിലും വീഡിയോ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അതായത് നമുക്ക് ഇംഗ്ലീഷിൽ, ഹിന്ദിയിൽ, തമിഴിലൊക്കെ ചെയ്യാം. മലയാളം കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മലയാളം വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും നല്ലത്. ബട്ട് എനിവേ മലയാളമൊക്കെ വളരെ നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വോയിസിന് വേണ്ടിയിട്ട് ഒരു സെഷൻ ചെയ്യുന്നുണ്ട് ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളിൽ. AI വോയിസിനെ കുറിച്ച് മാത്രമായിട്ടൊരു സെഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇത് ഷെയർ ആവട്ടെ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇതൊരു സെയിൽസ് പിച്ചാണ്, ബട്ട് ഡോണ്ട് ഗെറ്റ് മീ റോങ്. നമ്മൾ ഒരുപാട് കോഴ്സുകൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മളുടെ ഈ മൊബൈൽ ആപ്പിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് 4,900 rupees ആണ്. ഇപ്പം നിങ്ങൾ ഈ അറ്റൻഡ് ചെയ്യുന്ന സെഷൻ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് നിങ്ങൾ ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ 7 days നിങ്ങൾക്ക് ഈ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. 7 days കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞങ്ങളുടെ ഇല്ല. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് കോഴ്സ് കൊടുക്കാനുള്ള ഓപ്ഷനും ഞങ്ങൾക്ക് പ്ലാറ്റ്ഫോമിലില്ല. പെയ്ഡ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന, ഇപ്പോൾ നമ്മളുടെ ഈ ഒരു കോഴ്സ് ഉണ്ടല്ലോ, ബിൽഡ് യുവർ AI സെയിൽസ്മാൻ, ഇത് ബ്യൂട്ടിഫുൾ കോഴ്സാണ്. 2.5 മണിക്കൂറേ ഉള്ളൂ, ബട്ട് അമേസിങ് വൺ. ഞങ്ങൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് വൺ ഇതാണ്. അതും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഹാക്കത്തോണിൻ്റെ മാസ്റ്റർ ക്ലാസ്, ഇന്നലെ നടന്ന AI എങ്ങനെ വാട്സപ്പിൽ എങ്ങനെ AI ചാറ്റ് ബോട്ട് ഉണ്ടാക്കാം. ഇപ്പം ഇന്നത്തെ സെഷൻ റെക്കോർഡിങ് നാളെ ഇതിനകത്ത് അവൈലബിൾ ആവും. പിന്നെ ബാക്കി കുറേ ഓട്ടോമേഷനും അങ്ങനെയുള്ള കുറേ കോഴ്സുകളുണ്ട് നമ്മളുടെ കയ്യിൽ. ഇതെല്ലാം നമ്മളുടെ 4,900 പാക്കേജിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ മോസ്റ്റ് വെൽക്കം.
ഓക്കെ, സോ നമ്മുടെ പോസ്റ്റ് ഷെയർ ആയി. സോ ഡോക്ടർ ഈസ് ലൈവ് ഹിയർ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഗോ ടു മൈ ഇൻസ്റ്റാഗ്രാം. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ചാറ്റിലിടാം. ഇൻസ്റ്റാഗ്രാമിൽ പോവുക, എന്നിട്ട് ഡോക്ടറുടെ വീഡിയോന് താഴെ AYR എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് സീ ഹൗ ദ ഡോക്ടർ ഈസ്. എന്നിട്ട് ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തോളൂ. കൈയോടെ ഇപ്പം തന്നെ നിങ്ങൾ ടേക്ക് ഫ്രീ കൺസൾട്ടേഷൻ ഫ്രം അവർ ആയുർവേദ ഡോക്ടർ. നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് കാണാമല്ലോ. മലയാളത്തിൽ ചോദിച്ചോളൂ, എന്താണ് ഡോക്ടർ പറയുന്നത് നമുക്ക് കാണാം. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മലയാളത്തിലോ ചോദിച്ചോളൂ. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഡോക്ടർ ക്യാൻ ഹെൽപ്പ് നൗ. കം, go to my Instagram and start consultation right now. See how effective it is. Okay. അതേപോലെ നിങ്ങൾ അവിടെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ സീ ഹിയർ. ഓരോരുത്തരും ചാറ്റ് ചെയ്യുന്നത് നമുക്ക് ബാക്ക് എൻഡിൽ കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഈ ഒരു വീഡിയോയിൽ വരുന്ന കസ്റ്റമേഴ്സ് സംസാരിക്കുന്നതെല്ലാം യു ക്യാൻ സീ. ആരും കമന്റ് ചെയ്തിട്ടില്ല. അതാ മിഥുലാജ് മുഹമ്മദ് കമന്റ് ചെയ്തിട്ടുണ്ട്. എക്സിക്യൂഷൻ വർക്ക് ഫ്ലോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇഫ് വി ഗോ ടു കോൺവെർസേഷൻസ് വി ക്യാൻ സീ ദാറ്റ് വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്. മിഥുലാജ് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആക്ച്വൽ ഡീറ്റെയിൽസ് പറയണ്ട. ചിലപ്പോൾ ഞാനിവിടെ റിവീൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. എവിടെ പോയി? Chat. അതാ പറഞ്ഞ ഞാൻ യു ചാറ്റ് വിത്ത് ദി ഡോക്ടർ, ബട്ട് ഇഫ് യു ആർ ഓക്കെ വി ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. രണ്ടുപേര് എൻറോൾ ആയിട്ടുണ്ട്. DM ചെക്ക് ചെയ്യണേ. Let me check once again, like interactive AI messenger. ആരൊക്കെയാണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, ഇറ്റ്സ് മീ രഞ്ജിത്ത്, മിഥുലാജ് മുഹമ്മദ്. 3 പേരാണ് ഇപ്പൊ കമന്റ് ചെയ്തിരിക്കുന്നത്. ഓ, നിങ്ങൾക്ക് റെസ്പോൺസ് വന്നിട്ടില്ല? റെസ്പോൺസ് വന്നിട്ടില്ല? ഓക്കെ, റെസ്പോൺസ് വന്നിട്ടില്ല അല്ലേ? യെസ് ഓർ നോ? വന്നോ ഇല്ലെന്ന് പറയുമോ? നോട്ട് യെറ്റ്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു സ്റ്റെപ്പ് എനിക്ക് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. ഇന്ററാക്റ്റീവ് മെസ്സഞ്ചർ പോകുന്നതിന് മുന്നേ ഒരു DM പോകണം. ഒരു DM പോയതിന് ശേഷം ഇന്ററാക്റ്റീവ് മെസ്സഞ്ചർ പോകത്തുള്ളൂ. സോ ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഇൻസ്റ്റഡ്. ഓക്കെ, ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കൂ. ഇറ്റ് വിൽ വർക്ക്. ഇപ്പൊ നമ്മൾ AYR എന്ന് കമന്റ് ചെയ്യുമ്പോൾ ആദ്യം ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരും, ഹായ് വെൽക്കം എന്ന് പറഞ്ഞിട്ട് വരും. ദെൻ നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞ അടുത്ത മെസ്സേജ് വരും. എന്നിട്ട് ക്ലിക്ക് ദ ബട്ടൺ ബിലോ എന്ന് പറഞ്ഞു വരും. അത് കഴിഞ്ഞ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർ ആക്ടിവേറ്റ് ആവും. മെസ്സേജസ് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് പ്യൂർലി യുവർ ചോയ്സ്. ബട്ട് യെസ്, ട്രൈ ഇറ്റ്. സുബിയ, വാസ്തു അഡ്വൈസർ, മുഹമ്മദ് സുനീർ, ശ്രീരാജ്, രതീഷ്, സമത്,
ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇൻട്രാക്റ്റീവ് മെസ്സഞ്ചർ, സുബിയ, വാസ്തു അഡ്വൈസർ എല്ലാം വന്നിട്ടുണ്ട്. രതീഷ് മനോഹരൻ്റെ ഓൾറെഡി ഡീറ്റെയിൽസ് നമ്മളുടെ കയ്യിലുണ്ട്. മേ ബി ഇന്നലെ ഫില്ല് ചെയ്തതായിരിക്കും. നൗ ഹാവ് യു സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് റെസ്പോൺസ്? ഒരു മിനിറ്റ്, ഏത് ചാനലിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്? സുബിലാൽ കെ AYR. യെസ്. ഇൻസ്റ്റാഗ്രാം DM AYR. യെസ്. ഇൻസ്റ്റാഗ്രാം DM. ടെസ്റ്റ് ഇറ്റ്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാം. വീഡിയോ കിട്ടി. വീഡിയോന് താഴെ AYR എന്ന് കമൻറ്റ് ചെയ്ത് ഡോക്ടർ മീനാക്ഷി. വന്നല്ലോ, മെസ്സേജസ് വരുന്നുണ്ടല്ലോ. I'll show you. രഞ്ജിത്ത് ഇപ്പോൾ സാറയുടെ അടുത്ത് പോയിട്ടുണ്ടാവും. ഓക്കെ, അത് കുഴപ്പമില്ല. അത് സാറ ഓൾറെഡി 24 മണിക്കൂർ ലൈവാണ്, അതുകൊണ്ടാണ് സാറ മെസ്സേജ് അയച്ചത്. അത് നമ്മൾ ആ കീവേഡ് കൃത്യമായിട്ട് വെക്കുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാം. ഇപ്പോൾ ശ്രീരാജ് സ്റ്റാർട്ട് ഫ്രീ കൺസൾട്ടേഷൻ. ശ്രീരാജ് പിന്നെയും ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? വെയിറ്റ്. കോൺവെർസേഷൻ AIയിൽ ഇപ്പോൾ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ. ആരാത്? ശ്രീരാജ് MJ at Conversation AI. വന്നല്ലോ. ബിഫോർ വി ബിഗിൻ, could you please share your mobile number and preferred language? ഇതവിടെ AI ആക്ടിവേറ്റ് ആയി. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പോൾ ശ്രീരാജിന്റെ കൺസൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇത് സാറയാണ് ആക്ടിവേറ്റ് ആയത്. അത് ആ പെർട്ടിക്കുലർ കീവേഡ് മാറിയതുകൊണ്ടാണ്. മലയാളം. ഈ നമ്പേഴ്സൊക്കെ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇപ്പോൾ ശ്രീരാജ് അയച്ച നമ്പർ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം റൈറ്റ് സൈഡിൽ സേവ് ചെയ്താണ്ടോ, മൊബൈൽ നമ്പർ എന്നും പറഞ്ഞുകൊണ്ട്. നന്ദി. എന്താണ് നിങ്ങളുടെ അടുത്ത മെസ്സേജ് വന്നില്ലേ? എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ ജീവിതശൈലി, ഭക്ഷണശീലം, ഉറക്കം എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ പറയാമോ? ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് മികച്ച ആയുർവേദ നിർദ്ദേശങ്ങൾ നൽകാൻ സഹായിക്കും. AI doctor. The consultation is for reference only. ഇനി നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കും. എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിത ശൈലി പ്രശ്നങ്ങൾ? പറ. ലാംഗ്വേജ് മാറ്റി ചോദിക്കുകയാണോ? ബട്ട് എനിവേ നമുക്ക് ഇതിനെ കുറച്ചും കൂടി റിഫൈൻ ചെയ്തിട്ട് കൂടുതൽ ഇപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് AIയുടെ അടുത്ത്. ഒന്ന്, ആസ്ക് ദെയർ മൊബൈൽ നമ്പർ. ഇപ്പോൾ ഹിന്ദിയിൽ ചോദിക്കാൻ തുടങ്ങിയ ഡോക്ടർ. ഓക്കെ, ബട്ട് ദ തിങ് ഈസ് ലൈക്ക് നമ്മൾ ഡോക്ടറോട് പ്രധാനമായ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ബിഫോർ യു സ്റ്റാർട്ട് കോൺവെർസേഷൻ, ആസ്ക് ദെയർ മൊബൈൽ നമ്പർ ആൻഡ് പ്രിഫേർഡ് ലാംഗ്വേജ്. ബിഫോർ യു എൻഡ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം മിസ് ചെയ്തു പോയത്,
എക്സാക്ട്ലി ഒരു കസ്റ്റമറോട് എന്ത് ചോദിച്ച് മനസ്സിലാക്കണം എന്നൊരു സെന്റൻസും കൂടെ ആഡ് ചെയ്യണമായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട്. അത് ഞാനിവിടെ ഇടയ്ക്ക് മിക്സായി പോയി. ബിഫോർ യു സ്റ്റാർട്ടും ബിഫോർ യു എൻഡും ആണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അതാണ് ഇപ്പം എക്സിക്യൂട്ട് ആയത്. അപ്പോൾ ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്, നിങ്ങൾ കസ്റ്റമർ വരുമ്പോൾ അയാളുടെ ലൈഫ് സ്റ്റൈൽ ചോദിക്കണം, അയാളുടെ കറണ്ട് ഹെൽത്ത് പ്രോബ്ലംസ് ചോദിക്കണം, അതിനുശേഷം അതിന് സൊല്യൂഷൻ കൊടുക്കണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു എൻഡ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൊല്യൂഷൻസ് എല്ലാം ഇവിടെ വരും. ഓക്കെ, ഇപ്പോൾ ഹിന്ദിയിൽ വരുന്നുണ്ട്. ചോദിച്ചോളൂ ഡോക്ടറോട്. യു ക്യാൻ ടോക്ക് ടു. ഈ AYR എന്ന് പറയുന്ന കീവേഡ് അല്ലാതെ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവിടെ സംസാരിക്കുന്നത് സാറയായിരിക്കും, ഡോക്ടർ അല്ല, ഡോക്ടർ അഞ്ജലി അല്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് DM-ൽ വന്നിട്ട് ഹലോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സാറയാണ് സംസാരിക്കുക. അത് നേരെ എൻ്റെ കൺസൾട്ടേഷൻ ബുക്കിങ്ങിലേക്ക് കൊണ്ടുപോകും. പക്ഷേ AYR എന്നുള്ള കീവേഡാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ ആര് വരും? ഡോക്ടർ അഞ്ജലി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്യൂട്ടി. നിങ്ങൾക്ക് ഓരോ ഓരോ കീവേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഏജൻസിനെ വെക്കാം. ओके, आपकी उम्र क्या है? क्या आप शारीरिक रूप से आपका रोज का खान पान और नींद कैसी है? क्या आपको कोई अन्य स्वास्थ्य दादन जी था पर इंग्लिश था पर यस. Please share your age, daily routine, eating habits, and sleep pattern. Are you physically active? Do you want? So even I can edit it currently. എനിക്ക് കയ്യോടെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം ഇവിടെ AI-നെ. അപ്പോൾ ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിനനുസരിച്ച് മാറും. Say your job is to give consultation to the users to help them cure. Before you start the conversation, ask their mobile number and preferred language for the conversation. Ask if they have any health issues and recommend solutions if they have. Also prescribe recommended Ayurveda medicine, Ayurveda remedies. Okay, then yeah, so before you start the conversation, ask mobile number and preferred language. Ask if they have any health issues, recommend solutions if they have. Before you end the conversation, tell that you are an AI doctor. Okay, remedies. After giving the right remedies and before you end conversation. Okay, save. ഇത് ഞാനിപ്പോൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. ഇപ്പോൾ ശ്രീരാജിൻ്റെ മെസ്സേജ് നമ്മൾ കണ്ടു. ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽ, ഇപ്പോൾ ശ്രീരാജിൻ്റെ ഏജ്, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇനി ചാറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ആ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കും. പിന്നെ വേറെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ലാസ്റ്റ് ഈ I am an AI doctor and this advice is for reference only. Would you like to book a real doctor consultation for 500 rupees per hour എന്ന് ചോദിക്കുന്ന സമയത്ത് say yes. Say you want appointment. Sriraj, if you're there, tell that you want to book an appointment. ഇനി ഇവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോൺവെർസേഷൻ എൻഡ് ചെയ്യുമ്പോൾ ഇത് ചോദിക്കണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞിരുന്നു, അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യലാണ് നിന്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് എങ്ങനെ പോയാലും നമ്മുടെ പണി, നമ്മളുടെ ഉദ്ദേശം മറക്കില്ല. ഓക്കെ, it is asking your mobile number again. Once you provide your number, I'll give you. ഞാനപ്പോൾ സ്ക്രിപ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത് നോക്കട്ടെ. Conversation AI. Yeah. Give your number. Yeah. So if you prefer to visit the local clinic, thank you. Please let me know your preferred language for the consultation. Once you confirm, I will share the booking link with the real doctor. Say Malayalam or English and see.
സി ഇപ്പോൾ നമുക്ക് ബുക്കിംഗ് ലിങ്ക് വന്നുണ്ടോ? ഇനി അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചോദിക്കും അവിടെ. അപ്പോൾ 500 രൂപ പേയ്മെൻറ്റും കളക്ട് ചെയ്യാം, അപ്പോയിൻമെൻറ്റും കിട്ടും. ഇനി ടെൽ യു വാണ്ട് ടു വിസിറ്റ് ദി ലോക്കൽ ക്ലിനിക്. പക്ഷെ വേറെ പ്രശ്നം യാ പറയൂ, ലോക്കൽ ക്ലിനിക്ക് വിസിറ്റ് ചെയ്യണമെന്ന് പറയൂ. നൗ ഹിയർ ദർ ഈസ് ഗോയിങ് ടു ബി എ പ്രോബ്ലം ബിക്കോസ് ശ്രീരാജിന്റെ നമ്പർ കൊടുത്തിരിക്കുന്ന റോങ് നമ്പറാണ്. സോ ഐ വാണ്ട് ടു വിസിറ്റ് എ ലോക്കൽ ക്ലിനിക് എന്ന് പറയുന്ന മൊമെന്റിൽ രണ്ടുപേരുടെ AI ആക്ടിവേറ്റർ ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഒരാളുണ്ട്. ലെറ്റ്സ് വെയിറ്റ്. അതിന് റെസ്പോൺസ് വരും. Because now this has to come from WhatsApp. So your WhatsApp number seems wrong. Mhm. Start the consultation. Okay. കണ്ടോ, വാട്സപ്പിലേക്ക് ഒരാൾ തന്നെ വന്നുണ്ടോ? അപ്പോൾ ശ്രീരാജ് വാട്സപ്പിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ആ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി ഓട്ടോമാറ്റിക്കലി അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓട്ടോമാറ്റിക്കലി ശ്രീരാജ് അടുത്ത സ്റ്റേജിലേക്ക് വന്നു, വാട്സപ്പിലേക്ക് വന്നു. നൗ വി ഷുഡ് സി എ വാട്സപ്പ്. കണ്ടോ, ഇപ്പൊ ശ്രീരാജിന് വാട്സപ്പ് മെസ്സേജ് പോയി. ലൊക്കേഷൻ പോയിട്ടുണ്ട്, പക്ഷെ ഇത് ഡെലിവർ ആവില്ല. കാരണം എന്താ, കൊടുത്തിരിക്കുന്ന നമ്പർ റോങ് ആണ്. അപ്പോൾ ഇവിടെ അൺസക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് വന്നു. ബട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്ത ആൾക്ക് ഇത് പോയി, എന്ത്, വാട്സപ്പിൽ ലൊക്കേഷൻ പോയി. ഇനി ആൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് നേരെ അവരുടെ ലൊക്കേഷനിലേക്ക് പോവാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു AI ആയുർവേദ ഡോക്ടറെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇത് കുറച്ചും കൂടെ ഇപ്പം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കൂ. എനിവേ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനി എൻ്റെ ഏതെങ്കിലും വീഡിയോന് താഴെ പോയിട്ട് AYR എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇതിന് റിഫൈൻ ചെയ്യാം. നമ്മൾ കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത്, ഇപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ഒരു, ഇപ്പോൾ വെരിക്കോസ് വെയിനും ഹൈപ്പർ ടെൻഷനും മാത്രമാണ് നമ്മളുടെ ഏരിയ, നമുക്ക് അതിനെ ട്രെയിൻ ചെയ്യാം. അങ്ങനെ നമുക്ക് സ്പെഷ്യലൈസേഷൻ കൊടുത്തിട്ട് നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ലൈക്ക് എനി സ്പെഷ്യാലിറ്റി യു ഹാവ്. ഇപ്പോൾ ഐ നോ സമ്മൺ ഹു ഈസ് ഇൻ ടു സോറിയാസിസിനെ മാത്രം ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഡോക്ടർ എനിക്കറിയാം. അപ്പോൾ അവർക്ക് അത് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ ചെയ്യണമെങ്കിൽ ഡയബറ്റീസ് റിവേഴ്സലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മെന്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം നമുക്ക് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ദാറ്റ് വിൽ ചാറ്റ്. പിന്നെ നമ്മൾ കണ്ട പോലെ അറ്റ് എ ടൈം എത്ര പേര് വന്നാലും അതിന് ചാറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അറ്റ് ദി സെയിം ടൈം എനി ലാംഗ്വേജ് ഇറ്റ് വിൽ വർക്ക്. പിന്നെ ക്രോസ് പ്ലാറ്റ്ഫോം നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് പാസ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വാട്സപ്പിലേക്കൊക്കെ പാസ് ചെയ്യാം. ഇപ്പം എൻ്റെ ചാനലിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചസ് വേറെ വരും. കാരണം ഇടയ്ക്ക് കയറിയിട്ട് സാറ് സംസാരിക്കും. കാരണം അറിയാതെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ ട്രിഗർ ആവും. ഒരുപാട് 450 വർക്ക് ഫ്ലോസ് ഓൾറെഡി ആക്ടിവേറ്റഡ് ആണ് എൻ്റെ അക്കൗണ്ടിൽ. അപ്പോൾ അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് ട്രെയിനിങ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ. ബട്ട് അതർവൈസ് നിങ്ങളുടെ കേസിൽ ഒരു ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അത് വർക്ക് ചെയ്യും. ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ കൺഫ്യൂഷൻസോ ഒന്നും വരില്ല അതിൻ്റെ ഇടയിൽ. ഓക്കെ, അപ്പോൾ ടെസ്റ്റിംഗ് ചെയ്യുക, നിങ്ങൾ നോക്കുക. ഞാൻ ഇനി ഇത് ഈ പ്ലാറ്റ്ഫോമിന്റെ കോസ്റ്റ് ഞാൻ പറഞ്ഞുതരാം.
ഇത് നമ്മൾ കൊടുക്കുന്നത് പല പല പ്ലാൻസിലാണ് ഈ പ്ലാറ്റ്ഫോം കൊടുക്കുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം ഇയർലി 6,000, അതായത് ഒരു വർഷത്തേക്ക് 6,000 രൂപ എന്ന് പറയുന്ന പ്ലാനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മന്ത്ലി 20,000 വരെ പോകുന്നുണ്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ ഓൾ ദി ഫീച്ചേഴ്സ് ആൻഡ് സർവീസ്. നമ്മൾ വാട്സപ്പ് വിത്ത് അൺലിമിറ്റഡ് യൂസേഴ്സ് ആൻഡ് AI വരുന്ന സമയത്ത് ആവറേജ് മന്ത്ലി കോസ്റ്റ് വരുന്നത് 10,000 ആണ്. ഇത് നമ്മൾ വഴിയെടുത്താലും ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് എടുത്താലും കോസ്റ്റ് ഈസ് ഓൾമോസ്റ്റ് സെയിം. ബട്ട് നമ്മൾ വഴി പോകുമ്പോൾ നമ്മളുടെ ഈ പറയുന്ന ട്രെയിനിങ്സും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും. അവർ വഴിയാകുമ്പോൾ ഡയറക്റ്റ് അവർ വഴി തന്നെയായിരിക്കും, നിങ്ങൾക്ക് അവരുടെ ചാറ്റ് സപ്പോർട്ടിലായിരിക്കും ആക്സസ് ഉണ്ടായിരിക്കുക. ഇവിടെ ആകുമ്പോൾ നമ്മളുടെ കോഴ്സുകളുടെ ആക്സസ് കിട്ടും, അവിടെ ആകുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബട്ട് യു ആർ ഫ്രീ ടു ബൈ ഫ്രം ദ കമ്പനി. ഞങ്ങളുടെ ടീമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ ഹെൽപ്പ് ചെയ്യും. യു ക്യാൻ ബൈ ഡയറക്ട്ലി ഫ്രം ദം, നോ പ്രോബ്ലം അറ്റ് ഓൾ. ഓക്കെ. പിന്നെ നമ്മളുടെ ആനുവൽ പാക്കേജ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം സെറ്റപ്പ് ചെയ്യാനും കോൺഫിഗർ ചെയ്യാനും ഞങ്ങളുടെ ടീം വർക്ക് ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. വി വിൽ സപ്പോർട്ട് യു. ഓക്കെ. ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെക്നിക്കൽ സപ്പോർട്ടും കാര്യങ്ങളും തരുന്നുണ്ടായിരിക്കും. അതാണ് ആനുവൽ പാക്കേജ് എടുത്താലുള്ള ഗുണം. പ്ലസ് 2 മാസത്തെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കുറയുകയും ചെയ്യും, ഫ്രീ ആവുകയും ചെയ്യും. നൗ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ കണ്ടത് AI ആൻഡ് ചെറിയൊരു ഏരിയ ആണ് നമ്മൾ കണ്ടത്. ഇതുപോലെ നമുക്ക് വോയിസ് AI ഉണ്ട്, റിവ്യൂസ്, അതായത് ഗൂഗിളിൽ റിവ്യൂസ് സെറ്റ് ചെയ്യാം. പിന്നെ ഇന്നലെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. മിനിയാന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി വരാൻ കിടക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് വേറെ ഉണ്ട്. അപ്പോൾ ഒരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരുവിധം എല്ലാ ഫങ്ഷണാലിറ്റീസും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾ അറ്റൻഡ് ചെയ്ത ഈ സെഷൻ്റെ റെക്കോർഡിംഗ് 7 days മൊബൈൽ ആപ്പിൽ അവൈലബിൾ ആണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യാം. മേ ബി അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലൊക്കെ നിങ്ങളുണ്ടല്ലോ, യു ക്യാൻ ചാറ്റ് ദർ. നൗ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഹാക്കത്തോണിൻ്റെ വർക്ക് ബുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്തോളൂ ആൻഡ് ഡു ഇറ്റ് ഇൻ യുവർ ഓൺ ടൈം. ആൻഡ് ഇതിനകത്ത് ഒരുപാട് നല്ല പ്രോംപ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ പ്രോംപ്റ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. സോ can I start automation agency with this in UAE? Yeah, you can start automation agency. അഗൈൻ ഏജൻസി ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ് നിങ്ങൾക്ക് ഓൺ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഞാനുമായിട്ട് കണക്ട് ചെയ്യാം. കാരണം അതിൻ്റെ ഒരു ഞങ്ങൾ അങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ചില വേറെ 2-3 കമ്പനീസിൻ്റെ ബാക്ക് എൻഡ് സപ്പോർട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ പേരിലാണ് സെല് ചെയ്യുന്നത്, പക്ഷേ ടെക്നിക്കൽ സപ്പോർട്ട് ഞങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡിസ്കസ് ഓൺ ദാറ്റ്. ചെറിയൊരു മന്ത്ലി സപ്പോർട്ട് കോസ്റ്റിൽ നിങ്ങൾക്ക് യു ക്യാൻ സെൽ ആൻഡ് വി വിൽ ഹാൻഡിൽ സപ്പോർട്ട്, റൈറ്റ്? സോ താങ്ക് യു. ആൻഡ് ഇതിൻ്റെ റെക്കോർഡിങ് നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കോഴ്സ് പാക്കേജസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും പ്രീവിയസ് ഇനി വരാൻ പോകുന്ന സെഷൻസിൻ്റെ എല്ലാം റെക്കോർഡിങ് ആ പാക്കേജിൽ ആഡഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളൊരു 1 time 4,900 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും വരാൻ പോകുന്ന എല്ലാ സെഷൻസിൻ്റെയും റെക്കോർഡിങ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഫോർ ലൈഫ് ടൈം ഇൻ ദി മൊബൈൽ ആപ്പ്. അപ്പോൾ എൻ്റെ ടീം നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ടോക്ക് ടു ദം ആൻഡ് ദേ വിൽ ഹെൽപ്പ് യു ടു പ്രൊസീഡ് ഇറ്റ്. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇനി നാളെ കാണാം. ടുമാറോ സെഷൻ ഈസ് ലിറ്റിൽ ഡിഫറെൻറ്റ്. അവിടെ നമ്മളൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന ആസ്പെക്റ്റിൽ ഒരു AI ന്യൂട്രീഷനിസ്റ്റിനെയാണ് ബിൽഡ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ കണ്ടത് അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ് സിസ്റ്റം ആണെങ്കിൽ നാളെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളുടെ AI വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ സീ യു ടുമാറോ. ടേക്ക് കെയർ. ബൈ ബൈ.